الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. يا رحمة الله مني خائف وجلو يا نعمة الله مني مفلس عاني وليس لي أمل ألقى العليم به سوى محبتك العظمى وإيماني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ വേദിയിൽ നമ്മൾ ഒത്തുകൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന പ്രവർത്തനമാക്കി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗലോകത്ത് മഹാന്മാരുടെ ചാരത്ത് സന്തോഷപൂർവ്വം നമ്മെ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളും മറ്റു പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഫത്ഹിന്റെയും ഷിഫാഇന്റെയും ബാബുകൾ തുറന്നു തരട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ ശരീഫിലെ രണ്ടാമത്തെ പത്തിലെ ആദ്യത്തെ ദിവസത്തിലാണ് നമ്മൾ ഒത്തുകൂടിയത്. വിട പറഞ്ഞുപോയ റഹ്മത്തിന്റെ 10 ദിനങ്ങളുടെ സർവ്വവിധ സന്തോഷവും ലഭിച്ചവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഇപ്പോൾ നാം തുടങ്ങിയ ഈ പരിശുദ്ധമായ 10 ദിനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ വന്നുപോയ സർവ്വ ചെയ്തികളും മാപ്പ് നൽകപ്പെട്ട് സമ്പൂർണമായ നിലക്ക് അള്ളാഹു പൊരുത്തപ്പെടുന്ന അടിമകളായി തീരാൻ അള്ളാഹു ഈ 10 ദിവസങ്ങൾ കാരണം നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആ മുഖങ്ങൾ നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമില്ല. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറ,
സൂറത്തുൽ ഹുജുറാത്ത്. ഇതുമായി ബന്ധപ്പെട്ടാണ് 3 ദിവസങ്ങളിലായി നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. റഹ്മുർ-റഹീമായ റബ്ബ് ഈ പരിശുദ്ധമായ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബും ഖബറും പ്രകാശിപ്പിച്ചു തരട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സൂറത്തിന്റെ ആശയതലങ്ങളും ഈ സൂറത്ത് പഠിപ്പിക്കുന്ന പ്രൗഢമായ ആശയങ്ങളും എല്ലാ കാലത്തും ഒരു വ്യക്തിയുടെ ജീവിതത്തിന് അത്യാവശ്യമായ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടത്തിയിരിക്കേണ്ട ചില ബഹുമാനങ്ങളും ആദരവുകളും അച്ചടക്കങ്ങളും ഇതിനെപ്പറ്റിയാണ് ഈ സൂറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കുന്നത്. ജീവിതത്തിൽ മൊത്തം പാലിക്കേണ്ട പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങളോട് നടത്തേണ്ട അച്ചടക്കങ്ങൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്റെ ശാരീരികമായും മാനസികമായും നടത്തിയിരിക്കേണ്ട സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളെപ്പറ്റിയുമാണ് മറുഭാഗത്ത് അല്ലാഹു തആല ഈ സൂറത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മൊത്തം 18 ആയത്തുകളാണ് സൂറത്തുൽ ഹുജുറാത്തിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് വായിക്കുന്ന സമയത്ത് പല ആളുകളും ഈ സൂറത്തിന്റെ പേര് വായിക്കുമ്പോൾ ഹുജറാത്ത് എന്നൊക്കെ പറയും. ചില ആൾക്കാർ പറഞ്ഞ് ഗുജറാത്തൊക്കെ ആയി പോകാറുണ്ട്. ഹുജുറാത്ത് എന്നാണ് അത് വായിക്കേണ്ടത്. രണ്ടാമത്തെ അക്ഷരമാകുന്ന ജീമിന് ലൊന്ന് ചെയ്ത് വായിക്കലാണ് പണ്ഡിതന്മാരെ പഠിപ്പിച്ച രൂപം. ഹുജുറാത്ത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തുകളാണ് ഇതിന്റെ തുടക്ക ഭാഗത്തിൽ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആദ്യമായൊരു വിശ്വാസി തന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആദർശം അയാൾ അടിയുറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾ ജീവിതത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടേണ്ടതുണ്ട്. നിസ്കാരവും നോമ്പും പല നിലക്കുള്ള പ്രവർത്തനങ്ങളും വേണം. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം, ഒരു വിശ്വാസിക്ക് വിജയിക്കണമെങ്കിൽ, അയാൾക്ക് സന്തോഷത്തിന്റെ പറുദീസയിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ കേവലം ഈ ഒരൊറ്റ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം മതിയാവുകയില്ല. നേരെ മറിച്ച് അയാളെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില പ്രത്യേക ആളുകളോടുള്ള ബഹുമാനങ്ങളും ആദരവുകളും ഇത് കീപ്പ് ചെയ്യാതെ ഒരാൾക്ക് വിജയത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റുകയില്ല എന്നാണ് പരിശുദ്ധ മതം നമ്മളെ പഠിപ്പിച്ചത്. ഇസ്ലാമിൻ്റെ ഏകദേശം നിയമങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ നിലക്ക് ബഹുമാനവും ആദരവും പഠിപ്പിക്കുന്ന നിയമങ്ങളാണ് ഒരു ഭാഗത്ത് എന്നും തിളങ്ങി നിൽക്കുന്നത്. ആ ഒരു നിയമങ്ങളിലേക്കാണ് പടച്ച റബ്ബ് ഈ സൂറത്തിലൂടെ നമ്മളെ വിരൽ ചൂണ്ടിയിട്ട് പഠിപ്പിക്കുന്നത്. ആദ്യമായി ഈ സൂറത്തിൽ അല്ലാഹു തആല വിളിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസവും ആദർശവും പഠിക്കാതെ, അതല്ലെങ്കിൽ അതിൽ വിശ്വസിക്കാതെ ജീവിക്കുന്നവരെയല്ല. മറിച്ച് ഒരു വിശ്വാസിക്ക് എങ്ങനെ ജീവിതത്തിൽ അച്ചടക്കമുണ്ടാക്കണം എന്നതിനെപ്പറ്റി പഠിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം തന്നെ ഉപയോഗിക്കുന്നത്. എന്താണ് അല്ലാഹു തആല വിളിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ച കൂട്ടരെ,
അള്ളാഹുവിൽ വിശ്വസിക്കാൻ അവസരം കിട്ടിയ വിഭാഗമേ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതിലെ ഓരോ വാക്കുകളെയും അല്ലാഹു തആല കോർത്തിണക്കിയത് എന്തിനാണ്? ഏകദേശം ഈ ആയത്തിന്റെ അവസാനം ഇന്നല്ലാഹ സമീഉൻ അലീം എന്ന് ഒരുപാട് ആയത്തുകൾ അവസാനത്തിൽ പല സ്ഥലത്തും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അതിന് ഓരോ സ്ഥലത്തും അനുയോജ്യമായ അർത്ഥതലങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ അവസാനവും അള്ളാഹു പറയുമ്പോ ലോക പ്രശസ്ത പണ്ഡിതന്മാർ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ മഹാന്മാര് അതിന്റെ അർത്ഥതലങ്ങൾ വേണ്ടതുപോലെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിളിച്ചു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ച കൂട്ടരെ, നിങ്ങളെ ജീവിതത്തിൽ ആദ്യമായി നടത്തേണ്ട അച്ചടക്കമേതാണ്? ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കണം. അത് കുറച്ച് എന്ന് പറയുന്ന ഒരു ശൈലി വിശ്വാസിക്ക് പറ്റൂല. അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ള മേഖലയിൽ സ്വീകരിക്കാം, അല്ലാത്തത് തള്ളാം എന്നത് പറ്റൂല. ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ചാടിക്കടക്കുന്ന സ്വഭാവം പാടില്ല. ഓവർടേക്ക് ചെയ്തിട്ട് അവരെ മുമ്പിലെത്തുന്ന സ്വഭാവം ഒരു വിശ്വാസിക്ക് പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു വത്തഖുല്ലാഹ്, ആ ഒരു പ്രവർത്തന മേഖലയിൽ നിങ്ങളെ റബ്ബിനെ നല്ലോണം പേടിച്ച് സസൂക്ഷ്മം വീക്ഷിച്ച് ജീവിക്കണം. കാരണം ഇന്നല്ലാഹ സമീഉൻ അലീം. നിങ്ങൾ എവിടെ എങ്ങനെ എപ്പോൾ എന്ത് പ്രവർത്തിച്ചാലും കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് ഈ നിലക്കുള്ള അച്ചടക്കമൊക്കെ കാണിച്ചു ഉള്ളിൽ പലതും നിങ്ങൾ സംസാരിച്ചാലും ഇന്നല്ലാഹ സമീഉ, കാര്യങ്ങളൊക്കെ ശരിക്ക് കേട്ട് മനസ്സിലാക്കുന്ന അറിയുന്നവനാണ് അല്ലാഹു. ആ റബ്ബിനെ പറ്റിക്കാൻ കഴിയുമെന്ന് കരുതരുത്. ഇതാണ് ഈ ആയത്തിലെ ഒറ്റക്ക് നമ്മൾ ആയത്തിനെ നേരിട്ട് അർത്ഥം വെച്ചാൽ അതിൻ്റെ ആശയതലം. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഏതാണ്? ഒരു വിശ്വാസിക്ക് പലപ്പോഴും ജീവിതത്തിൽ വരുന്ന പല അബദ്ധങ്ങൾ അതുണ്ടാകരുത് എന്ന് പറയാനാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. നമ്മളെ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ മുമ്പ് പറഞ്ഞു, ഞാൻ ഖുർആനും സുന്നത്തൊക്കെ ചാടിക്കടക്കലാണ് എന്ന് പറഞ്ഞു. അല്ലേ, ഞാൻ ചാടിക്കടക്കലാണ്, അതത്രയൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്ന്. ആ നിലയ്ക്ക് ചാടിക്കടക്കാൻ ശ്രമിക്കുന്ന ആളുകളെ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും തിരിഞ്ഞുകൊത്തുന്ന ആളുകളെ അള്ളാഹു പാഠം പഠിപ്പിച്ചു തരികയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ച് പല നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാമത് അവർ പറഞ്ഞത് ഏതാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സദസ്സിൽ ചെന്നിരിക്കാൻ അവസരം കിട്ടിയ ജനങ്ങൾക്ക് അള്ളാന്റെ റസൂലിനോട് നടത്തേണ്ട ചില ബഹുമാനങ്ങളെ പറ്റിയാണ് എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സാധുക്കളായ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിൽ ചെന്നിരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഹയാത്ത് കാലത്ത് അതിന് അവസരം കിട്ടിയിട്ടില്ല. എന്നാലും അവിടുത്തെ ചാരത്ത് പരിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ ഒരുപാട് തവണ ചെല്ലാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ഹളറത്തിൽ ചെന്ന് അവിടുത്തെ സന്നിധാനത്തിൽ ചെന്നിട്ട് പരിശുദ്ധ ദീന് നുകരാൻ അവസരം കിട്ടിയ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ പ്രഖ്യാപനമാണ് ആദ്യമായി ആയത്തിലൂടെ മഹാന്മാര് വിരൽ ചൂണ്ടിത്തരുന്നത്. എന്താണത്? ലാ തുഖദ്ദിമൂ ബൈന യദൈഹില്ലാഹി വറസൂലി, നിങ്ങളെ ഏത് പ്രവർത്തനങ്ങളിലും ഏത് മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓവർടേക്ക് ചെയ്ത് ചാടിക്കടക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്.
എന്ന് പറഞ്ഞാൽ അത് ഇരിക്കുന്ന സ്ഥലങ്ങളിലാകാം. റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട്, ചില ആളുകൾക്കൊക്കെ ഒരു സ്വഭാവമല്ലേ, ഉസ്താദുമാര് സാദാത്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു വരണം. ഈ ആയത്ത് മുത്തുനബിയോടുള്ള ആ ഒരു വിഷയത്തിൽ മാത്രമല്ല ബന്ധിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഇമാമാണ്. ആ ഇമാമിനോട് നടത്തേണ്ട ആദരവുകൾ പഠിപ്പിച്ചിട്ട് മഹാന്മാര് പറഞ്ഞു തരുന്നുണ്ട്. പോരാ, അള്ളാന്റെ റസൂല് തന്നെ വിരൽ ചൂണ്ടിയതായിട്ട് സ്വഹാബികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഇമാമിനോട്, നേതൃത്വത്തോട് അണികൾ നടത്തേണ്ട അച്ചടക്കം എങ്ങനെയാണ്, ഇത് നമ്മളെ പഠിപ്പിച്ചു തരാണ് ഈ ഒന്നാമത്തെ ആയത്തിലൂടെ യജമാനനായ റബ്ബ് തആല. ഇരിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സ്, ആ സദസ്സിൽ മുത്തുനബിയുടെ മുമ്പിൽ റസൂലുള്ള ഇരിക്കുന്നതിന് മുമ്പ് ചെന്നിരിക്കാൻ ഒരാൾക്ക് അവകാശമില്ല, പാടില്ല. ഇനി റസൂലുള്ള ഇരിക്കുന്നതിന് മുന്നിലേക്ക് ചാടിയിട്ട് അവിടെ ഇടം പിടിക്കാനും ഒരു മനുഷ്യന് പാടില്ല. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനത്തിൽ റസൂലുള്ളാഹിനെ ചാടിക്കടക്കരുത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ആദ്യമായി വിരൽ ചൂണ്ടിത്തരുന്നതെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു പോരാ. അതോടൊപ്പം തന്നെ സുബ്ഹാനല്ലാഹ്, ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു വിശ്വാസിക്ക്, അത് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സർവ്വവിശ്വാസികൾക്കും ബാധകമാണ്. ജീവിതത്തിന്റെ മാർഗരേഖയാക്കി എന്തൊക്കെ കാര്യങ്ങളും തീരുമാനങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടോ, ആ പറഞ്ഞു തന്ന തീരുമാനങ്ങൾക്ക് മറുകണ്ഠം ചാടിക്കടക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റൂല. അതും ഒരു ഓവർടേക്ക് പരിപാടിയാണ്, അതും അപ്പുറത്തേക്ക് ഇടിച്ചു തരുന്ന പരിപാടിയാണ്. ലാ തുഖദ്ദിമൂ ബൈന യദൈഹില്ലാഹി വറസൂലി. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ സ്വഹാബികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തീരുമാനങ്ങൾക്ക് അപ്പുറത്ത് ചാടുക, അത് ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ നടത്തൂല. എത്രത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തിനപ്പുറത്തേക്ക് വരെ ഒരു കാലുകൊണ്ട് ഒരു അടി ചവിട്ടാൻ പോലും ആ മഹാന്മാര് തയ്യാറായിട്ടില്ല. വെറുതെയല്ല അവർ ലോകത്തിന്റെ ഏറ്റവും വലിയ നെറുകയിലേക്ക് കയറിപ്പോയത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാന കാലത്ത് രോഗം പിടിപെട്ട് കിടക്കുന്ന സമയത്ത് പോലും അറിയാമല്ലോ നമുക്ക്, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, സിദ്ദീഖ് തങ്ങളെ നിങ്ങളൊന്ന് ഇമാമത്ത് നിന്ന് കൊടുക്കണം, ജനങ്ങൾക്ക് നിങ്ങൾ ഇമാമത്ത് നിന്ന് കൊടുക്കണം. അവസാനം മുത്തുനബി നിർബന്ധിച്ച സമയത്താണ് സിദ്ദീഖ് തങ്ങൾ കയറി നിൽക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു. നമ്മളാൾക്കാർക്ക് ചില സ്വഭാവം ഉണ്ടാവും അല്ലേ, ഫോർമാലിറ്റിക്ക് ഉസ്താദ് പറയും നിങ്ങൾ അങ്ങോട്ട് നിൽക്കുന്നു, ഞാൻ തന്നെ മുമ്പിൽ നിൽക്കണ്ട് എന്നൊരു സ്വഭാവമാണ് പലപ്പോഴും പല ആളുകൾക്കും ഉള്ളത്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഉസ്താദ് വെറുതെ എന്ന് പറഞ്ഞായിരിക്കും നിങ്ങളൊന്ന് മുമ്പ് നിൽക്കുന്നു, അതൊരു ചാൻസ് ആക്കി കൂട്ടുന്ന പല ആളുകളുമുണ്ട്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലക്ക് വരെ അദബ് മര്യാദയും പഠിച്ച ആളുകളാണ്, അത് ശീലിച്ച ആളുകളാണ് മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചു തരുന്നു, കേവലം ആ ഒരു സ്ഥാനത്ത് മാത്രമല്ല, ഹബീബായ തങ്ങൾ ജീവിതത്തിൽ എന്ത് തീരുമാനം നടത്തിയിട്ടുണ്ടോ, ലോകത്ത് എന്ത് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, ആ മേഖലയിൽ വരെ ഒരു വിശ്വാസി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാടിക്കടക്കാൻ പറ്റൂല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്റെയും നിങ്ങളെയും ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. പരിശുദ്ധ ഖുർആനിലെ വേറൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞില്ലേ, മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനാ, മുഅ്മിനായൊരു വിശ്വാസിക്കും ആണിനും ഒരു പെണ്ണിനും പറ്റൂല, അത് യോജിച്ചതല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ പ്രവാചകരും ഒരു വിഷയത്തിൽ തീരുമാനം നടത്തിയാൽ, അല്ലാഹു ഒരു തീരുമാനം പറഞ്ഞു, അതേ നിലക്ക് മുത്തുനബിയും ആ വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ,
ഒരു ഈമാനുള്ള വിശ്വാസിക്ക് യോജിച്ചതല്ല. അയ്യകൂന ലഹുമുൽ ഖിയറതു ഫീ അംരിഹിം, അവരുടെ വിഷയത്തിൽ പിന്നെ അവർക്കിഷ്ടാനുസരണം പ്രവർത്തിക്കുക എന്ന ഒരു ശൈലി ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, ചിലതൊക്കെ അള്ളാഹുവിൽ നിന്നും റസൂലുള്ളാഹി തങ്ങളിൽ നിന്നും എടുക്കാം എന്ന ഒരു ശൈലി ആര് സ്വീകരിക്കുന്നുണ്ടോ അയാളെ ജീവിതത്തിൽ റസൂലുള്ളാഹിനെ ഓവർടേക്ക് ചെയ്യലാണ്. വെറുതെയല്ല, എൻ്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിൽ മുത്തുനബി ഒരുപാട് തീരുമാനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ആണ് എങ്ങനെ അച്ചടക്കത്തോടെ ജീവിക്കണം, അയാൾ സ്വന്തം മാതാവിനോട്, പിതാവിനോട്, സമൂഹത്തോട്, അയാളുടെ സ്വന്തത്തിൽ ഏതൊക്കെ അച്ചടക്കങ്ങൾ അയാൾ പാലിക്കണം. ഒരു മുസ്ലിമായ മനുഷ്യൻ ഡ്രസ്സ് ധരിക്കുമ്പോ ഏത് നിലക്ക് അയാൾ ഡ്രസ്സ് ധരിക്കണം, ആ ഡ്രസ്സിൽ അയാൾ ആരെ പിൻപറ്റണം, ഇത് മുഴുവനും വരച്ച് കാണിച്ചിട്ടുണ്ട് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അറിയണം, ആ സമയത്ത് ഒരു വിശ്വാസിക്ക് അതിനപ്പുറത്തേക്ക് ചാടിക്കടക്കാൻ അധികാരമില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ഈ ആയത്തിലൂടെ. അവരെന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു തീരുമാനത്തിനപ്പുറത്തേക്ക് ഒരാൾ പിടിവാശി മൂലം ചാടിക്കടക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആപത്ത് എനിക്കൊന്ന് കാണണം, ഞാൻ കണ്ടതുപോലെ കൂട്ടും എന്ന വാശി മൂലാണ് റസൂലുള്ളാഹിനെ ഒരാൾ ഓവർടേക്ക് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ ഇസ്ലാമിലെ അഡ്രസ്സ് വരെ നഷ്ടപ്പെടാൻ അത് കാരണമാകുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാത്ത നിലക്ക് ജീവിതത്തിൽ അറിയാത്ത നിലക്കൊക്കെ വന്നു പോകുന്ന വിപത്തുകളെ പറ്റിയാണ് ഇതിന് അവസാന ഭാഗത്ത് അള്ളാഹു തആല പറയുന്നത്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, വാശി മൂലം, പിടിവാശി മൂലം അള്ളാഹുവിൻ്റെ റസൂലിനെ ചോദ്യം ചെയ്യുക എന്നൊരു സ്വഭാവം ഒരു വിശ്വാസിക്ക് പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, മുത്തുനബി എത്രയോ ഹദീസുകളിൽ 30 വരം വരുന്ന ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നതാണ്, ഒരു മാപ്പിളയായ പുരുഷനായ മനുഷ്യൻ അയാൾ ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് അയാൾ അതിൻ്റെ അതിര് കിടക്കുന്നത് ഞെരിയാണിയാണ്. അതിൻ്റെ താഴോട്ട് ഇറങ്ങിക്കൂടാ. 30 ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ ഭീകരത പഠിപ്പിച്ചിട്ടുണ്ട്. വൈലുൽ ലിൽ അഖാബി മിനന്നാർ എന്ന് തുടങ്ങിയ വചനങ്ങളിലൂടെ. ഇത് പറഞ്ഞിട്ട്, ഇത് എത്രയോ തവണ ബോധ്യമുണ്ടായിട്ട്, നേരെ നിസ്കരിക്കാൻ നിൽക്കുന്ന സൊഫിൽ നിന്ന് വരെ ചില ഉസ്താദുമാര് മെഹ്റാബിൽ വെച്ച് പറയും ഞെരിയാണിക്ക് മുകളിലേക്ക് ഡ്രസ്സ് ധരിക്കണമെന്ന്. നമ്മളോട് പറയാം, ഉപ്പരാരാ നമ്മളേൽപ്പിച്ച പണിച്ചാ പോരെ, എന്തിനാ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ വെറുതെ ഇടങ്ങേറുണ്ടാക്കണത് എന്ന് ചിന്തിക്കാൻ ഒരു വിശ്വാസിക്ക് അവകാശമില്ല. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനം പറഞ്ഞു തന്നതാണ്. മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹു തആല തീരുമാനം പറഞ്ഞിട്ടുണ്ടോ പിന്നെ ആ വിഷയത്തിൽ അവർക്ക് ഇഷ്ടാനുസരണം പ്രവർത്തിക്കുക എന്ന ഒരു ശൈലി വിശ്വാസിക്ക് പാടില്ല എന്നാണ് പരിശുദ്ധ മതം നമ്മളെ പഠിപ്പിച്ചത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലക്കുള്ള തീരുമാനങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പൊരുത്തം വാങ്ങലാണ്, അവിടുത്തെ തൃപ്തിപ്പെടുത്തലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷമുള്ളത്. അള്ളാഹു ആ നിലക്ക് സന്തോഷം കിട്ടുന്നവരിൽ നമ്മളെയൊക്കെ പെടുത്തിത്തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ റസൂലുള്ളാഹി വരച്ച വരയിൽ ഇങ്ങനെ നിന്നിട്ട് ആ ഒരു ലെവലിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ മുത്തുനബിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതെത്രയാണ്? ചാടിക്കടക്കാതെ ആദ്യത്തെ സ്റ്റെപ്പ് റസൂലുള്ളാഹി തങ്ങളെ നിയമത്തിന് വില കൊടുക്കുക, എന്നിട്ട് നമ്മളെ ജീവിതത്തെ അതിൻ്റെ പിന്നാലെ ഒതുക്കി നിർത്തിയാൽ ഇത്രയാണ് അതിൻ്റെ സന്തോഷമുള്ളത്. നോക്കൂ നിങ്ങൾ, ഹബീബായ തങ്ങളെ വഫാത്തിന്റെ ഏകദേശം ദിവസങ്ങൾക്ക് മുമ്പ് യമനിന്റെ ഭാഗത്തേക്ക് ഹബീബായ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മതത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പറഞ്ഞയച്ചതാണ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അവിടുത്തെ യാത്രയ്ക്ക് എല്ലാവർക്കും അറിയാം, അള്ളാഹിന്റെ റസൂലിനെ ഇനി കാണാൻ സാധ്യത കുറവാണ്. മുത്തുനബി പറഞ്ഞു മുആദ് തങ്ങളോട്, മുആദ്, ഇനി നിങ്ങൾ തിരിച്ചു വരുന്ന കാലത്ത് ഈ മദീനയിൽ ഒരു പക്ഷേ ഞാൻ ഹയാത്തോടെ ബാക്കിയുണ്ടായിക്കൊള്ളണമെന്നില്ല, ഇതൊരു അവസാനത്തെ കൂടിക്കാഴ്ചയാകാൻ സാധ്യതയുണ്ട് എന്ന നിലക്ക് മുആദ് തങ്ങളെ മുത്തുനബി യമനിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു വികാരഭരിതമായ നിമിഷം നമുക്കറിയാം.
ആ സമയത്ത് മുആദ് തങ്ങൾക്ക് റസൂലുള്ളാഹി പോകാൻ പറഞ്ഞാൽ ഇനി നടക്കൂല, എനിക്ക് സൗകര്യമില്ല എന്ന് പറയാൻ പറ്റൂല. അത് മുആദ് തങ്ങൾ നേരിട്ട് മുത്തുനബിയിൽ നിന്ന് മതം പഠിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവസാനം മുആദ് തങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് മുത്തുനബി വിളിച്ചിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യാ മുആദ്, യമനിൽ ചെന്ന് നിങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവിടുത്തെ തീരുമാനങ്ങളും അവിടുത്തെ വിഷയങ്ങളും നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക? അഥവാ നിങ്ങളെ മുമ്പിൽ ജനങ്ങൾ ഒരു സംശയവുമായി കടന്നു വന്നാൽ ആ ജനങ്ങളുടെ വിഷയത്തിന് എങ്ങനെയാണ് നിങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുക്കുക? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഞാൻ പഠിച്ചണല്ലോ കുറെ കാര്യങ്ങൾ, ഞാൻ നോക്കിക്കൊണ്ട് എന്ന മറുപടിയല്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആദ്യമായി പറഞ്ഞ മറുപടി, നബിയേ, അതിന് അങ്ങ് ഞങ്ങൾക്ക് പകർന്നു തന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഞാനൊന്ന് പരിശോധിക്കും. അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആയത്തുകൾ, ആ ആയത്തുകളിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് നിയമമായി പറഞ്ഞു കൊടുക്കും. അഥവാ ഇനി ആയത്തിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് നോക്കാനുള്ളത് വസുന്നതി റസൂലിഹി, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ അരുളപ്പാടുകളായ അവിടുത്തെ മൊഴിമുത്തുകളായ ഹദീസിന്റെ വചനങ്ങളാണ്. അത് ഞാൻ നോക്കും. അള്ളാഹിന്റെ റസൂല് ചോദിച്ചു, എന്റെ ഹദീസിന്റെ വചനങ്ങളിലും ആ ഒരു വിഷയത്തിന് തീരുമാനം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? അപ്പോഴാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ സമയത്താണ് ഞാൻ ഇജ്തിഹാദിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിൽ ഏത് അണ്ടനും മടകോടനും പരിശുദ്ധ ഖുർആനും സുന്നത്തും തുടങ്ങി വെച്ചിട്ട് ഇജ്തിഹാദ് ചെയ്തിട്ട് തലകുത്തി മറയണമെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഷെറിൽ നിന്ന് നമ്മളെയും നമ്മളെ സന്താന പരമ്പരകളെയും കാത്തുരക്ഷിക്കട്ടെ. ഒരു മനുഷ്യന് പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ കണ്ടെത്താൻ എനിക്കും എന്നെയും നിങ്ങളെയൊക്കെ ആ നിലക്ക് പരിശുദ്ധ ഖുർആനും സുന്നത്തും നോക്കിയിട്ട് വിധി കണ്ടെത്തിക്കോളി, നിങ്ങൾ ജീവിതത്തിന് ആവശ്യമുള്ളത് തീരുമാനിച്ചോളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞയച്ചാൽ എന്നെ നിങ്ങളെ തറാവീസ്കരിക്കാൻ കിട്ടുമോ? ഈ പരിശുദ്ധ മജ്‌ലിസിൽ വന്നിരിക്കാൻ കിട്ടുമോ? എവിടെയെങ്കിലും ഒരു ദീനിന്റെ മൂല്യം നമ്മളെ നാട്ടിൽ ബാക്കിയുണ്ടാവുമോ? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, അള്ളാഹു എന്ത് പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ തീരുമാനിച്ചിട്ടേ നോക്കിയിട്ടേ ബാക്കിയുള്ള വിഷയത്തിലേക്ക് ഞാൻ പോകൂ, എന്റെ ഇഷ്ടാനുസരണം ഞാൻ പ്രവർത്തിക്കും എന്ന ഒരു വാക്ക് ആദ്യം മുആദ് തങ്ങൾ പറഞ്ഞില്ല. ഇതങ്ങ് കേട്ട സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സങ്ങ് നിറഞ്ഞുപോയി. അവിടുന്ന് മുആദ് തങ്ങളങ്ങനെ അനുഗ്രഹിച്ചിട്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ വഫഖ റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ ദൂതനായി യമനിലേക്ക് പോകുന്ന റസൂലായ മുആദ്, എന്റെ ദൂതനായി പോകുന്ന മുആദ്, ആ മുആദ് റളിയല്ലാഹു അൻഹുവിന് തൗഫീഖ് നൽകിയ റബ്ബിനാണ് സർവസ്തുതിയും. എന്തിനാണ് തൗഫീഖ് കൊടുത്തത്? ലിമാ യുർളി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകനായ എന്നെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനം ജീവിതത്തിൽ കൈവരിച്ചതിന്, അതിന് അവസരമുണ്ടാക്കി കൊടുത്തതിന്, അതിന് തൗഫീഖ് കൊടുത്ത റബ്ബിനാണ് സർവസ്തുതിയും. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ആയത്ത് വിശദീകരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്ന വ്യാഖ്യാനം അതാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്തൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ടോ അതിനപ്പുറത്തേക്ക് ചാടിക്കടക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റൂല. ലാ തുഖദ്ദിമൂ ബൈന യദൈഹില്ലാഹി വറസൂലി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും അപ്പുറത്തേക്ക് ചാടിക്കൂടാ. മഹാന്മാരായ പണ്ഡിതന്മാര് വീണ്ടും ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതെന്താണ്? അവർ പറയുന്നു, ലാ തഖൂലൂ, നിങ്ങൾ ജീവിതത്തിൽ പറഞ്ഞു പോകരുത് ഖിലാഫൽ കിതാബി വസ്സുന്ന. അതാണ് ഈ ആയത്തിന്റെ വിശദീകരണമെന്നാണ് അവർ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനും അവിടുത്തെ ഹബീബിന്റെ തിരുവചനങ്ങൾക്കും എതിരായി നിങ്ങൾ ജീവിതത്തിൽ പോകരുത്. അതാണ് ഈ പറഞ്ഞ ആയത്തിനർത്ഥം. പരിശുദ്ധ ഖുർആനിനെതിരാകുന്ന ജീവിതം നയിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസിന് എതിരാകുന്ന ജീവിതം നയിക്കരുത്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. എന്താണ്? ലാ തുഖദ്ദിമൂ ബൈന യദൈഹില്ലാഹി വറസൂലി, പരിശുദ്ധ ഖുർആനിന് നിങ്ങളെ ജീവിതം എതിരായി പോകരുത്. അള്ളാഹു ഖുർആന്റെ ബറക്കത്ത് കൊണ്ട്, ഹദീസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ,
അള്ളാഹുവിന്റെ റസൂലിനോടുള്ള നടത്തേണ്ട ചില അദബുകളാണ് പഠിപ്പിക്കുന്നതെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ ഇമാം എന്ന നിലയ്ക്ക് ഇമാമിനോട് നടത്തേണ്ട അദബുകളും മര്യാദകളുമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നതെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാര് മരക്ക് വരച്ച് കാണിക്കുന്നത് കാണാം. എന്താണത്? ഒരു സാധാരണക്കാരനായ മനുഷ്യൻ പരിശുദ്ധ ദീനിൽ മെമ്പർഷിപ്പ് എടുക്കാൻ അവസരം കിട്ടിയിട്ട് ദീനിന്റെ ആളായി ജീവിക്കുന്ന എന്നെയും നിങ്ങളെയൊക്കെ പോലുള്ള സാധാരണക്കാർ അവരുടെ നാട്ടിലെ ഏറ്റവും വലിയ ആലിമീങ്ങളോട് അവരുടെ നേതൃത്വത്തോട് നടത്തേണ്ട അദബുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ വിശദീകരിച്ചു തന്നത്. നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും നാട്ടിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു വിപത്താണ്, നമ്മൾ പറഞ്ഞിടത്ത് പള്ളിയിൽ ഉസ്താദ് അവിടെ നിന്നോളണം, നമ്മൾ പറഞ്ഞിടത്ത് ആലിമീങ്ങൾ അവിടെ നിന്നോളണം. നമ്മളിങ്ങനെ വരച്ചു കൊടുക്കും, മൂല്യാരെ അങ്ങോട്ട് പോകണം, ഉസ്താദെ ഇങ്ങോട്ട്, ഉസ്താദ് ഇങ്ങോട്ട് വരണം. അതല്ല ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ശൈലി. ആലിം എന്ത് പറയുന്നുണ്ടോ അവിടെ നിന്നു കൊടുക്കുക. നമുക്ക് അത്രേ വിവരമുള്ളൂ, ആലിമീങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചു തരും. പണ്ഡിതന്മാര് പറയുന്നത് കാണാം, ഈ ആയത്തിലൂടെ ഒരാൾ തീരുമാനം പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങളോട് വിഷയങ്ങൾ നടത്തിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇടയിൽ കയറി സംസാരിക്കരുത് എന്ന് വരെ ഈ ആയത്തിനർത്ഥമുണ്ട്. ലാ തുഖദ്ദിമു ബൈന യദൈഹില്ലാഹി വറസൂലിഹി. അല്ലാഹുവിന്റെ റസൂൽ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമ്പോ അതിന്റെ ഇടയിൽ കയറിയിട്ട് പിന്നെ വസ്വാസ് ഉണ്ടാക്കുന്ന സംസാരങ്ങളൊന്നും ഒരാളും നടത്തിപ്പോകരുത് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്ന ഒരു അച്ചടക്കം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു ആലിമിനോട്, ഒരു സയ്യിദിനോട് എങ്ങനെ ബഹുമാനം കാണിക്കണമെന്നാണ് ഒരു വിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇതെന്റെ വക പറഞ്ഞതല്ല, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യൻ സയ്യിദുനാ അബൂദർദാ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് വിശദീകരിക്കുന്ന ഭാഗത്ത് ആ ഒരു സംഭവം പ്രത്യേകം എടുത്തു കാണിച്ചത് കാണാം. അബൂദർദാ റളിയല്ലാഹു അൻഹു ആണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സിദ്ദീഖ് തങ്ങളെ മുമ്പിൽ നടന്നിട്ട് അബൂദർദാ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കാൻ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്കിലും അബൂദർദാ തങ്ങൾ മുമ്പിലും ഈ നിലക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അള്ളാഹിന്റെ റസൂൽ ഇടപെടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇടപെടുകയാണ്. അബൂദർദാ തങ്ങളെ, നിങ്ങൾ ഇമാമിന്റെ ബാക്കിലല്ലേ നിൽക്കേണ്ടത്? ഇമാമു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ കൂട്ടത്തിലെ കാരണവരും ഏറ്റവും വലിയ മഹാത്മാവും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ സിദ്ദീഖ് തങ്ങളാണ് മുമ്പിൽ നിൽക്കേണ്ടത്, നിങ്ങൾ പിന്നാലെയാണ് നിൽക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മര്യാദ പഠിപ്പിച്ചു കൊടുക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തട്ടെ, ഒരു വിശ്വാസി ജീവിതത്തിൽ നടത്തേണ്ട അച്ചടക്കവും ഇതാണ്. നമ്മൾ നിൽക്കേണ്ടത് ആലിമീങ്ങളെ പിന്നാലെയാണ്. ഇൽമുള്ളവരെ ആ വിഷയത്തിൽ ബഹുമാനിച്ചവരെ മുമ്പിൽ നിർത്തുക തന്നെ വേണം. ഇമാമുമാരെ മുമ്പിൽ നിർത്തണം എന്നാണ് ഈ ആയത്തിലൂടെ മഹാന്മാര് പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മളോട് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഇനി നോക്ക്, നിങ്ങൾ എത്രത്തോളം മഹാന്മാർ എഴുതി വെച്ചു എന്ന് ചോദിച്ചാൽ, ചില ആളുകൾക്ക് ഓവർ സ്മാർട്ട് പറഞ്ഞൊരു പരിപാടി ഉണ്ടാവും, അല്ലേ? ഓവറായി ഭയങ്കര ആവേശമാകും. ചില ആളുകൾ ഇങ്ങനെ ഓവറാക്കി നാടൻ ശൈലി നമ്മൾ പറഞ്ഞാൽ ളുഹറിന്റെ ബാങ്ക് കൊടുക്കണേ നമുക്ക് സംസ്കരിക്കും, അല്ലേ? ആ നിലക്കുള്ള ശൈലി വരെ പാടില്ല എന്ന. ഓരോത്തിനും ഓരോ സമയം അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർണയിച്ചു തന്നിട്ടുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് അധികാരമില്ല. ലാ തുഖദ്ദിമു ബൈന യദൈഹില്ലാഹി വറസൂലി. അല്ലാഹു തആലയും അവന്റെ റസൂലും ഒരു വിഷയത്തിന് സമയം കൽപ്പിച്ചിട്ടുണ്ടോ അതിന് മുമ്പ് ചാടിക്കൊടഞ്ഞു പോയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഇറങ്ങാനുള്ള കാരണം എന്താ? മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിറങ്ങാനുള്ള കാരണം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതെന്താണ്? വലിയ പെരുന്നാളിന്റെ സീസൺ വരുന്ന സമയത്ത് ഉദ്ഹിയ്യത്ത് ഇറക്കണം. അത് പെരുന്നാളിന്റെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഉദ്ഹിയ്യത്ത്. സുബ്ഹാന ജല്ല ജലാലു. ചില ആളുകൾ മദീനയിൽ വെച്ചിട്ട് നേരത്തെ നിസ്കാരത്തിന് മുമ്പ് തന്നെ ഉദ്ഹിയ്യത്ത് അറവ് ആദ്യം കഴിഞ്ഞിട്ടാണ് നിസ്കാരത്തിന് വന്നത്. ആദ്യം തന്നെ അറുത്തിട്ട് നിസ്കാരത്തിന് വന്നപ്പോൾ അത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞ സമയത്ത് മുത്തുനബി ഇടപെട്ട് സംസാരിക്കുമ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കി കൊടുക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഒരു ഇബാദത്തിന് വേണ്ടി നിങ്ങൾക്ക് സമയം നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ, ആ സമയത്താണ് അത് നിർവഹിക്കേണ്ടത്. അതിന് മുമ്പേ ചാടിയിട്ട് ചെയ്യേണ്ട ആവശ്യം ഒരു വിശ്വാസിക്കില്ല. അങ്ങനെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ച് നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞതെന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനത്തിന് മുമ്പേ ചാടി എന്റെ വക കടത്തിക്കൂട്ടാൻ ഒരു മനുഷ്യന് പാടില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഈ വിഷയത്തിൽ. കാരണം ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു തആല എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ്. ഇതെന്തിനാണ് അള്ളാഹു തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ കൂട്ടിച്ചേർത്ത് കൊടുത്തത്? ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഇതിനെ കാരണം പറഞ്ഞു തരാമെന്ന് കാണാം. അള്ളാഹു തആല ഒരു കാര്യം വെറുതെ പറയൂലല്ലോ. ഈ കാര്യത്തിൽ അള്ളാഹു തആല ആദ്യം തീരുമാനം പറഞ്ഞു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ചാടിക്കടക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നാദ്യം പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു തആല ഈ കാര്യം പറയണമെങ്കിൽ ഒരു മനുഷ്യൻ മനസ്സ വാച കർമ്മണ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുസരിച്ചോളണം എന്നാണ്. എന്ന് പറഞ്ഞാൽ വത്തഖുല്ലാ എന്ന് പറഞ്ഞാൽ തഖ്വ ഉണ്ടാകേണ്ടത് മനസ്സിന്റെ ഉള്ളിലാണ്, മനസ്സിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഒരു തീരുമാനം പറഞ്ഞാൽ സംഗതി എനിക്ക് അനുസരിക്കാൻ ചിലപ്പോൾ ഒരു മടി ഉണ്ടാവും, വല്ലാത്ത കഷ്ടപ്പാടായിട്ടാ എന്ന് പറഞ്ഞ് നിങ്ങളെ മനസ്സിലൊരു ടെൻഷൻ പോലും വേണ്ട. വത്തഖുല്ലാ, അള്ളാഹനെ സൂക്ഷിച്ചോളൂ. ആ ഒരു തഖ്വ നിങ്ങളുടെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് മാനസികമായി ആദ്യം റബ്ബിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനത്തെ അംഗീകരിച്ചോളണം. അതുകൊണ്ടാണ് വത്തഖുല്ലാ എന്ന് പറയാൻ കാരണം. ശേഷം അല്ലാഹു തആല പറഞ്ഞു ഇന്നല്ലാഹ സമീഉൻ അലീം, അഥവാ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ കേട്ട് അനുസരിക്കണം. ഒരു ഭാഗത്ത് സ്വഹാബികൾ പറഞ്ഞില്ലേ, സമീഅനാ വ അതഅനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ കേട്ടു, അങ്ങയുടെ തീരുമാനം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അത് അനുസരിച്ചിട്ടുണ്ട്. ആ നിലക്ക് തന്നെ ഒരു വിശ്വാസ ചടക്കം പഠിച്ചോളണം. ഇന്നല്ലാഹ സമീഅ, കാരണം നിങ്ങൾ അവിവേകങ്ങൾ എവിടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന്റെ തീരുമാനത്തിൽ വേണ്ടാത്ത സംസാരങ്ങൾ നടത്തിയാൽ അത് അള്ളാഹു തആല അറിയുന്നുണ്ട്. അല്ല നിങ്ങൾ സംസാരം നടത്തി എന്നല്ല, അള്ളാഹു തആല അത് കേൾക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, എവിടെ വെച്ചെന്ത് നടത്തിയാലും അലീം, അള്ളാഹു തആല അറിയുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളെ മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സർവ മേഖലയിലും ഒരു വിശ്വാസി നടത്തേണ്ട അച്ചടക്കം അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തീരുമാനത്തോടാകണം എന്ന് അല്ലാഹു തആല ആദ്യമായി ഈ ആയത്തിലൂടെ വിശ്വാസി പഠിക്കേണ്ട അച്ചടക്കം പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് അല്ലാഹു തആല ശേഷം പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. രണ്ടാമത്തെ ഒരു വല്ലാത്ത അദബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വിശ്വാസി പാലിക്കേണ്ട രണ്ടാമത്തെ ഒരു മര്യാദ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. അതെന്താ? പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിശ്വാസികളോട് തന്നെയാണ് അള്ളാഹുവിന്റെ കൽപ്പനയുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങളെ ശബ്ദത്തെ നിങ്ങൾ ഉയർത്തരുത്, നിങ്ങളെ സൗണ്ട് നിങ്ങൾ ഉയർത്തിയിട്ട് സംസാരിക്കരുത്. എവിടെ? ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശബ്ദത്തെക്കാൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശബ്ദത്തെക്കാൾ ഒരു വിശ്വാസി ശബ്ദമുയർത്തരുത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ, നിങ്ങളൊരു വാക്കുകൊണ്ട്, ഒരു വിളിയാളം കൊണ്ട് മുത്തുനബിയോട് പരിധി വിട്ട നിലക്ക് നിങ്ങൾ ഉറക്ക വിളിച്ചു പോകരുത്. ഏതുപോലെ കജഹരി ബഅളികും ലിബഅള്, നിങ്ങൾ പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് പോലെ. ഈ ആയത്ത് നമ്മളുമായി എങ്ങനെ ബന്ധിക്കുന്നു എന്ന് നമ്മൾ പറയണം, നമ്മളതറിയണം. എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പല മേഖലകളിലും നമ്മളറിയാത്ത നിലക്ക് പല അദബുകേടുകൾ വന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ഗൗരവത്തോടെ നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല പറഞ്ഞത് നിങ്ങൾ പരസ്പരം അഭിസംബോധന ചെയ്തിട്ട്
നിങ്ങൾ വിളിക്കുന്നത് പോലെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പോലെ നിങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ചു പോകരുത്. എന്തേ കാരണം? ഇത് രണ്ടും പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? അന്തഹ്ബത അഅ്മാലുക്കും, ആ നിലക്കു ഒരു അവിവേകം നിങ്ങളെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അക്കാരണമായി നിങ്ങളെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും, സർവ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകും. ഏത് നിലക്ക്? വഅൻതും ലാ തശ്ഉറൂൻ, എന്റെ അമലുകൾ മുഴുവനും നഷ്ടപ്പെട്ടത് ഞാൻ അറിയൂല. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത നിലക്ക് നിങ്ങൾ നിസ്കരിച്ച നോമ്പ്, നിങ്ങൾ അനുഷ്ഠിച്ച നോമ്പ്, നിങ്ങളെ നിസ്കാരങ്ങൾ, സകലമാന പ്രവർത്തനങ്ങൾ അതിങ്ങനെ പൊളിഞ്ഞു പോകാൻ, അതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാൻ ഏറ്റവും വലിയ പ്രധാന കാരണമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മനുഷ്യൻ അവിടുത്തെ വിളിക്കേണ്ടതുപോലെ വിളിക്കാതിരിക്കുക എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അറിയണം ഈ ആയത്ത് എൻ്റെയും നിങ്ങളെയും വ്യക്തി ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും തിരക്കിലാണ്, പല നിലക്കുള്ള തിരക്ക് ഉള്ളവരാണ് നമ്മൾ. സുബ്ഹാന ജല്ല ജലാലുഹു, ആ തിരക്കിൻ്റെ അടയാളാണ് ഏത് സദസ്സിലിരുന്നിട്ടും നിസ്കാരത്തിന് സലാം വീട്ടിക്കഴിഞ്ഞാൽ 3 അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു മനുഷ്യൻ പറയണം. സുബ്ഹാന ജല്ല ജലാലുഹു, അതുപോലും പറയാൻ എനിക്കും നിങ്ങൾക്കും സമയമല്ല. ഉടനെ എടുത്ത് നോക്കുക, നമ്മൾ നിസ്കരിക്കാൻ കഴിയട്ടേൻ്റെ ഇടയിൽ ആരെങ്കിലും നമുക്ക് വിളിച്ചിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും അയച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടോ, എൻ്റെ വാട്സപ്പിലും എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എവിടെ എത്തിയിട്ടുണ്ടോ എന്ന ആ ഒരു റേഞ്ച് പരിശോധിക്കുകയാണ് ഞാനും നിങ്ങളും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ ബോധ്യപ്പെടുത്തി തരാനാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിലൂടെ നമുക്ക് അടിവരയിട്ട് പറഞ്ഞു തരുന്നത്. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു തരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഈ ആയത്തിറങ്ങാൻ ഒരു പൊള്ളുന്ന കാരണമുണ്ട്. അതെന്താ? ഓരോ കാരണങ്ങളും മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അല്ലാഹു തആല നിയമങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു തരികയാണ്. അത് പറഞ്ഞാൽ ആ ആയത്തിറങ്ങാനുണ്ടാകുന്ന കാരണം സ്വഹാബികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പലപ്പോഴും വരുമ്പോൾ അല്ലാഹു തആല നിയമങ്ങളാക്കിയിട്ട് നമുക്ക് ആയത്തിലൂടെ ഇങ്ങനെ പഠിപ്പിച്ചു തരും. കണ്ടോ നിങ്ങൾ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തുകളുമായി ദീനിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് ഒരു വലിയ സംഘം, പണ്ഡിതന്മാർ പറയുന്നത് കാണാം 70ഓളം ആളുകളുണ്ട്. 70ഓളം ആളുകളുണ്ട്. അവർ മദീനത്തെ പള്ളിയിൽ മുത്തുനബിയുടെ അടുക്കൽ വന്നിട്ട് അവര് ദീന് പഠിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ നാട്ടിലേക്ക് ദീന് പഠിപ്പിക്കാൻ ഒരാളെ പറഞ്ഞയച്ചു തരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകെ സ്വഹാബത്തിനെ അങ്ങനെ നോക്കി, ആരെയാണ് പറഞ്ഞു കൊടുക്കുക എന്ന്. ആ സമയത്താണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയുടെ പേര് പറഞ്ഞു. ഒരു സ്വഹാബിയുടെ പേര് പറഞ്ഞു, അദ്ദേഹത്തെ പറഞ്ഞയക്കാന്ന് പറഞ്ഞു. അദ്ദേഹം ആളെ ഭയങ്കര ഉഷാറാണ്, അദ്ദേഹത്തെ പറഞ്ഞയക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ഉടനെ തന്നെ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ ആ ഒരു സംസാരത്തെ കഴിഞ്ഞ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, അദ്ദേഹത്തെ വേണ്ട, വേറൊരാളെ വിടാന്ന് പറഞ്ഞു. വേറൊരാളെ വിടാന്ന് പറഞ്ഞു ഉമർ തങ്ങൾ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞ ആളെ പറ്റാത്തോണ്ടല്ലേ നിങ്ങൾ പറയണത് എന്നൊരു വർത്താനം വന്നു. അത് അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റല്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലിരുന്നിട്ട് അങ്ങനെ സംസാരിച്ചു. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരമായി, ശബ്ദം ഒരല്പം പൊങ്ങി. അങ്ങനെയാണല്ലോ തമ്മിലിങ്ങനെ വർത്താനം പറയുമ്പോൾ ആദ്യമൊക്കെ മെല്ലെ അടിയും, പിന്നെ ഇങ്ങനെ കുറച്ച് കൂടാൻ തുടങ്ങും. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ശബ്ദം ഒരല്പം പൊങ്ങി. ആ സമയത്ത് അല്ലാഹു തആല ഇടപെടുകയാണ്. അതുവരെ ആ നിയമം അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടില്ല. അവിടെ ഇടപെടുകയാണ് അല്ലാഹു തആല. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ബോധം വേണം. റസൂലുള്ളാഹി തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങളൊരാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അത് ഏത് മേഖലയിലും ഒരു മനുഷ്യൻ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ഉച്ചത്തിൽ സംസാരിക്കുക, ഇടപെട്ടിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ഉച്ചത്തിൽ പറയാം. അല്ലേ? ചില ആളുകൾക്ക് ഉണ്ടാവും, അവന് വിചാരിച്ച കാര്യം നടന്നിട്ടില്ലെങ്കിൽ പിന്നെ എത്ര വലിയ ശബ്ദം എടുത്തിട്ടും മല്ലിട്ടിട്ട് അതിൻ്റെ പേരിൽ പിന്നാലെ പിറകെ കൂടുന്ന ഒരു സ്വഭാവം. അത് വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. പിടിവാശിയും തൻ്റെ കാര്യം മാത്രമേ എൻ്റെ നാട്ടിൽ നടക്കാൻ പറ്റുള്ളൂ എന്ന ഒരു കാര്യവും അതൊന്നും ഒരു വിശ്വാസിക്ക് പറ്റൂല. ഈ ആയത്ത് വിശദീകരിച്ച് മഹാന്മാരതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു തആല ഇടപെട്ടു സംസാരിച്ചു. സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഉമർ തങ്ങളോട് പറഞ്ഞു, വേണ്ട,
റസൂലുള്ളാന്റെ ശബ്ദത്തെക്കാൾ ഒരു അല്പം പോലും പൊങ്ങിപ്പോകരുത്. കണ്ടോ നിങ്ങൾ, അച്ചടക്കമുള്ള അണികൾ എങ്ങനെയാകണം? അച്ചടക്കമുള്ള അണികൾ സുബ്ഹാന ജല്ല ജലാലു. വേണമെങ്കിൽ മദീനക്കാർക്കൊക്കെ അന്നത്തെ കാലത്ത് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത അൻസാറുകൾക്ക് വേണമെങ്കിൽ മസ്ർ പിടിക്കുക. ഞങ്ങളെ ചെലവിലല്ലേ മുത്തുനബിയും ബാക്കിയുള്ളവരൊക്കെ അവിടെ ജീവിച്ചു പോന്നത്, ഞങ്ങൾ കണ്ടതുപോലെ ഞങ്ങളെ നാട്ടിൽ തീരുമാനിക്കും എന്ന് പറയുന്ന സ്വഹാബത്ത് കണ്ടോ നിങ്ങൾ. ഈ സ്വഹാബികൾക്ക് മുമ്പിൽ അല്ലാഹു തആല തീരുമാനമങ്ങ് പറയുമ്പോൾ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുത്. നീ ഏതെങ്കിലും ഒരു സദസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷയത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചൊരു തീരുമാനം അവിടെ നടപ്പിലായിട്ടില്ലെങ്കിൽ, അഥവാ യോഗാധ്യക്ഷനായ ഏതെങ്കിലും കാര്യപ്പെട്ട ഒരു ഉസ്താദോ ഒരു സയ്യിദോ നിങ്ങൾ ഒച്ചുണ്ടാക്കല്ലേ ആചാര്യ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂലരെ നിങ്ങളെ പണിയെടുത്താൽ മതി എന്നൊക്കെ പറയും. ചിലപ്പോൾ അല്ലാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ. ഞാൻ പറയുന്നത് ഈ ഒരു തീരുമാനം വന്ന സമയം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, ഹബീബായ റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തിപ്പോകരുത് എന്ന് പറഞ്ഞ സമയം അള്ളാഹിന്റെ തീരുമാനം വന്നപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മെല്ലെ മാറി നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ ചെവിയിൽ പറഞ്ഞു, നബിയേ, ഇനി മുതൽ എന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇതുണ്ടാകൂല നബിയേ. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം മുഴുവനും വളരെ സ്വകാര്യം പറയുന്ന രണ്ട് കൂട്ടുകാർ സംസാരിക്കുന്നത് പോലെയായിരിക്കും എന്റെ ഭാഗത്ത് നിന്നുള്ള സംസാരങ്ങൾ ഉണ്ടാവുക. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയാകണം, ഒരു നേതാവിന്റെ കീഴിൽ ഒരു പ്രവർത്തകൻ എങ്ങനെ നിന്നുകൊടുക്കണം കാണിച്ചു തരികയാണ് ഈ സംഭവത്തിലൂടെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കഴിഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നത് എന്താ? റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കരുതെന്നാണ്. ഉടനെ അല്ലാഹു തആല വീണ്ടും പറഞ്ഞു, റസൂലുള്ളാഹി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് നിങ്ങൾ അതിലേറെ ഉച്ചത്തിൽ സംസാരിക്കരുത് എന്നാകാം. എന്നാൽ അത് മാത്രം പോരാ. അല്ലാഹു തആല ഉടനെ തന്നെ പറയാൻ, വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ, നിങ്ങൾ പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോൾ പല നിലക്കും ഉച്ചത്തിലും അല്ലാത്തൊക്കെ സംസാരിക്കും. ആ നിലക്കുള്ള ഒരു അഭിസംബോധന മാർഗം അള്ളാഹുവിന്റെ റസൂലിനോട് പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത്. ഈ ആയത്ത് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം അവസാനം. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി, നിങ്ങളെ വാക്കുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ ഉറക്കയാക്കാൻ പാടില്ല. എങ്ങനെ? കജക്രി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നത് പോലെ ഉണ്ടല്ലോ. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നമുക്കൊരു റേഞ്ച് ഉണ്ട്. ആദ്യം വിളിക്കും, ഓക്കറെ മെല്ലൊന്ന് വിളിക്കും, പിന്നെ ഒന്ന് ശബ്ദം കേൾക്കും, പിന്നെയും കേട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു വിളി അല്ലേ. നമ്മുടെ മലപ്പുറം ഭാഷയിലൊക്കെ പിന്നെ ശബ്ദം മതും കൂട്ടിയിട്ടൊക്കെ പല വിളിയുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലൊക്കെ നമ്മളൊക്കെ കെട്ടിയോളെ മക്കളെയൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു വിളിയുണ്ട് അല്ലേ. ആ ഒരു വിളി ഒരു മുഅ്മിനായ മനുഷ്യന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാടില്ല. പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ച് പറഞ്ഞത് കാണാം. ശബ്ദം മതും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ മുത്തുനബിയെ വിളിക്കുമ്പോൾ യാ മുഹമ്മദു എന്ന വിളി പോലും പറ്റൂല എന്നാണ്. റസൂലുള്ളാഹിന്റെ പേരല്ലേ മുഹമ്മദ് എന്നുള്ളത്, ആ പേര് പോലും വിളിക്കാൻ ഒരു വിശ്വാസിക്ക് അവകാശമില്ല. നേരെ വിളിച്ച് അള്ളാന്റെ റസൂലിനെ പ്രത്യേകം ബഹുമാനാദരവുകളോടെ യാ റസൂലല്ലാ, യാ നബിയല്ലാ, ഈ നിലക്കുള്ള അഭിസംബോധനയല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ പാടില്ല. കണ്ടോ നിങ്ങൾ, അങ്ങനെ അഭിസംബോധന ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത് എത്രയാണ്. മദീനത്തെ പള്ളിയിൽ മദീനത്ത് വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു മനുഷ്യൻ കയർത്ത് സംസാരിച്ചില്ലേ? സമരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ സമരത്തിൽ കിട്ടിയ ഗനീമത്ത് സ്വത്ത് ആർക്കാണ് കൂടുതൽ വേണ്ടത് എന്നൊക്കെ മുത്തുനബിക്ക് അറിയാം. ഈ കാര്യങ്ങൾ മുഴുവനും കൃത്യമായി റസൂലുള്ള അങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അതിര് കടന്നിട്ട് മുത്തുനബിയോട് സംസാരിച്ചത്. എന്താ വിളിച്ചത്? യാ മുഹമ്മദ്. ഒരൊറ്റ വിളിയാണ് യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് പറഞ്ഞത്, എഴുതിൽ മര്യാദക്ക് എല്ലാവർക്കും നീതി പാലിച്ചിട്ട് നടത്തിക്കോളി. ആരോടാണ് ഈ പറയുന്നത്? സുബ്ഹാന ജല്ല ജലാലു. ഈ ഒരു വർത്തമാനം അയാൾ പറഞ്ഞതിന്റെ കാരണം കൊണ്ട് നോക്ക് നിങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചത് കാണാം. പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ അന്ന് പറഞ്ഞു മുത്തുനബിയോട് ഒരാദരവില്ലാത്ത നിലയ്ക്ക് ഈ മനുഷ്യൻ അഭിസംബോധന ചെയ്തപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ?
റസൂലുള്ളാഹിനോട് വേണ്ട നിലക്ക് അഭിസംബോധന ചെയ്തിട്ട് ബഹുമാനം കാണിച്ചു തരാൻ കഴിയാതെ, ബഹുമാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയാതെ വിശ്വാസികളെ കൂടെ ഓരം പറ്റി നിന്ന ഈ മനുഷ്യന് ഇവന്റെ കുടുംബത്തിൽ നിന്നായിരിക്കും ലോകത്ത് മുഴുവൻ ബിദ്അത്തിന്റെ കൊമ്പ് മുളക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാർ എഴുതി വെച്ചത് കാണാം. അന്ന് റസൂലുള്ളാഹി തങ്ങളോട് അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുഖത്തേക്ക് നോക്കി യാ മുഹമ്മദ് എന്ന് വിളിച്ച അതേ മനുഷ്യൻ, ആ മനുഷ്യന്റെ സന്താന പരമ്പരയിലാണ് ലോകത്ത് ബിദ്അത്തിന്റെ കൊമ്പ് മുളക്കാൻ ഇബ്നു അബ്ദുൽ വഹാബ് കയറി വന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പെരുമാറുന്ന മാർഗത്തിൽ ഒരു വിശ്വാസി നടത്തേണ്ട അതിരുണ്ട്, ഒരു വിശ്വാസി നടത്തേണ്ട മാർഗമുണ്ട്. അതിലപ്പുറത്തേക്ക് മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത ഭവിഷ്യത്താണ്. റസൂലുള്ളാഹി തങ്ങളോട് പറയേണ്ട നിലക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ, റസൂലുള്ളാഹി പറയുമ്പോൾ അത് കേൾക്കേണ്ട നിലക്ക് കേട്ടിട്ടില്ലെങ്കിൽ, അതൊക്കെ മഹാന്മാർ ഈ ആയത്തുകളോട് വിശദീകരിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഞാൻ കടന്നു വരാം. അതിന്റെ ഭവിഷ്യത്ത് ഭയങ്കരാണ്. മദീനത്ത് നടന്നിട്ടില്ലേ ഒരു സംഭവം, സുബ്ഹാന ജല്ല ജലാലു. അതെന്താണ്? ഒരു മനുഷ്യൻ ഇങ്ങനെ ഇടത് കൈകൊണ്ട് തിന്നുമ്പോൾ മുത്തുനബി പറഞ്ഞില്ലേ, മോനെ വലത് കൈകൊണ്ട് തിന്നൂടെ? മര്യാദക്ക് ചോദിച്ചു, മര്യാദക്ക് വലത് കൈ കൊണ്ട് തിന്നൂടെ? അയാൾ പറഞ്ഞു ലാ സതി, എനിക്കതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞു. എനിക്കതിന് സൗകര്യമല്ല, ഞാൻ ഇടത് കൈ കൊണ്ട് തിന്നു, നിങ്ങളെന്താ ചെയ്യാന്ന്? ആ നിലക്കൊരു വർത്തമാനം അയാൾ നടത്തിയ കാരണം കൊണ്ടാ പണ്ഡിതന്മാർ എഴുതി വെച്ചത് കാണാം, സഹാബികൾ പഠിപ്പിക്കുന്നത് കാണാം. റസൂലുള്ളാഹി തങ്ങളോട് വഴിവിട്ട മാർഗത്തിൽ അയാൾ സംസാരിച്ച കാരണം കൊണ്ട് സുബ്ഹാന ജല്ല ജലാലു അള്ളാഹിന്റെ റസൂൽ അന്ന് പറഞ്ഞു എനിക്ക് റസൂലുള്ളാഹി തങ്ങളോട് അയാൾ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾക്ക് സൗകര്യം ഇല്ലാതിരിക്കട്ടെ എന്ന്. പിന്നീട് ആ മനുഷ്യന്റെ വലത് കൈ അയാൾക്ക് വായിലേക്ക് പൊക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. ഓരോരുത്തരോട് പെരുമാറേണ്ട ഓരോ രൂപമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത ഭവിഷ്യത്താണ്. അള്ളാഹു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ പറയുന്നത് അള്ളാഹു തആല പറഞ്ഞു വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ, പരസ്പരം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ഒരു ശൈലി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ പാടില്ല. ഈ ആയത്ത് വിശദീകരിച്ച് പഠിച്ചോ. നമ്മളോട് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതെന്താണ്? നമുക്കിന്ന് റസൂലുള്ളാഹി തങ്ങളോട് നേരെ അഭിമുഖമായി സംസാരിക്കാനോ അവിടുത്തെ ഹയാത്ത് കാലത്ത് സ്വഹാബികൾ സംസാരിച്ചതുപോലെ വിളിക്കാൻ കഴിഞ്ഞതുപോലെ വിളിക്കാനോ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഒരു വിശ്വാസിയായ നമ്മൾ പാലിക്കേണ്ട അച്ചടക്കം എന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിൽ പോകാൻ പലപ്പോഴും അവസരം കിട്ടിയവരായിരിക്കും എല്ലാവരും. അള്ളാഹു കണ്ണടയും മുമ്പ് ഒരുപാട് തവണ അവിടെ നമ്മൾ എത്തിച്ചു തരട്ടെ. മദീനയിൽ പോകുന്ന ഒരു വിശ്വാസി നടത്തേണ്ട അച്ചടക്കം എന്താണ്? എത്രയോ കാലമായി അയാൾ കൊതിക്കുന്നുണ്ട് മദീനയൊന്ന് കാണണം. അതിനുവേണ്ടി അയാൾ എത്രയോ കാലം തേടാൻ തുടങ്ങിയിട്ടുണ്ട്. മദീനയിലെ പച്ചക്കുബ്ബയൊന്ന് കാണണം, റസൂലുള്ളാഹിന്റെ മുമ്പിലേക്കൊന്ന് കയറി ചെല്ലണം. ഇതിനവസരം കിട്ടി. ആവേശം തലയിൽ കയറിയിട്ട് പോകുമ്പോ മദീനയിൽ പോകുന്ന ഏത് വിശ്വാസിക്കും ആവേശമാണ്, അനുരാഗമാണ്. ആ ഒരു വല്ലാത്ത ആവേശമാണ് വിശ്വാസിയെ മദീനയിലേക്ക് നയിക്കുക എന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ സുബ്ഹാനല്ലാഹ് അവിടെ ഒരു വിശ്വാസി കീപ്പ് ചെയ്യേണ്ടതെന്താണ്? അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കയറി ചെല്ലുന്ന ഒരു വിശ്വാസി അവിടത്തോട് സലാം പറയുന്ന സമയത്ത്, അവിടുത്തെ മുമ്പിൽ ചെന്നിട്ട് സലാം പറയുന്ന സമയത്ത് ഈ ഒരു അച്ചടക്കം പാലിക്കണമെന്നാണ് മഹാന്മാർ എഴുതി വെച്ചത്. അള്ളാന്റെ റസൂലിനോട് ഉച്ചത്തിൽ വിളിച്ച് സലാം പറഞ്ഞു പോകരുത്. അവിടുത്തെ വിളിച്ചിട്ട് ഉച്ചത്തിൽ സലാം പറഞ്ഞു പോകരുത്. മിതമായ ശബ്ദത്തിലോ അവിടത്തോട് സലാം പറയാൻ പാടുള്ളൂ എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞില്ല. അവര് പറയുന്നു എന്തേ കാരണം? റസൂലുള്ളാഹിന്റെ ഖബറും പുറത്തു പോകുന്ന ഒരു വിശ്വാസി, അവിടുത്തെ ഖബറിന്റെ ചാരത്ത് ചെല്ലുന്ന ഒരു വിശ്വാസി ഹബീബായ തങ്ങളോട് സലാം പറയുന്ന സമയത്ത് എല്ലാ നിലക്കും ആദരവുകൾ പാലിച്ചിട്ടേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് എല്ലാ മുഫസ്സിരീങ്ങളും എഴുതി വെക്കുന്നത് കാണാം. എന്തേ കാരണം? ഹുർമത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ ആദരവ് എന്ന് പറയുന്നത് എങ്ങനെ? മയ്യിത്താ, അള്ളാന്റെ റസൂൽ ഇപ്പോൾ വഫാത്തായി കിടക്കുകയാണ്. ആ കിടക്കുന്ന റസൂലുള്ളാഹിനോടുള്ള ഹുർമത്ത് എന്നുള്ളത് കഹുർമത്തിഹി ഹയ്യാ,
ജീവിക്കുന്ന കാലത്ത് എങ്ങനെയാണോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനമുള്ളത്, അതേ ബഹുമാനമാണ് വഫാത്തായി കിടക്കുന്ന മുത്തുനബിയോടും വേണ്ടത്. എന്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, അത് മുഴുവനും അവിടെ നിന്ന് നിർവഹിക്കപ്പെടാനും കഴിയും. പക്ഷേ ആ ഒരു ആവേശത്തിന്റെ പേരിൽ അവിടെ ചെന്ന് ഉരുണ്ടുമറിയുന്ന സ്വഭാവം പാടില്ല. അവിടെ ചെന്ന് റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചിട്ട് ആർത്തട്ടഹസിക്കുന്ന സ്വഭാവം പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ പരസ്പരം അഭിസംബോധന ചെയ്യുന്ന രൂപത്തിൽ, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന നിലക്കുള്ള സംസാരങ്ങൾ അത് മദീനയിലെ നേതാവിനോട് പാടില്ല. പരിശുദ്ധ ഖുർആൻ. എന്താ കാരണം? ആ നിലക്കുള്ള അച്ചടങ്ങളൊക്കെ പാലിക്കണം. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ നമുക്ക് പറയണം, ഞാൻ അങ്ങോട്ട് വരുന്നു. അതിനു മുമ്പ് അല്ലാഹു തആല അവസാനം പറഞ്ഞതെന്താണ്? ഇങ്ങനെ നിങ്ങൾ അച്ചടക്കം പാലിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് വരാവുന്ന വിപത്ത് അൻ തഹ്ബത അഅ്മാലുകും, നിങ്ങളുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുമെന്നാണ്. എത്ര കഷ്ടപ്പാടുണ്ട് നമ്മുടെ നിസ്കാരങ്ങൾക്ക്, എത്ര ഇടങ്ങേറുകളുണ്ട് നമുക്ക് നോമ്പെടുക്കാനും മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യാൻ. ഈ നിലക്ക് ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ സർവ്വവിധ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ നിലക്കുള്ള ഒരു സമീപനം മതിയാകും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു തആല പറയുന്നുണ്ട് തൊട്ടപ്പുറത്തുള്ള ആയത്തിലൂടെ, തൊട്ടപ്പുറത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാൻ, ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം. ഇതൊക്കെ കീപ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ പുണ്യമെത്രയാണ്. ഇതെല്ലാ അദബുകളും കീപ്പ് ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഓരോ സദസ്സിലോട് പെരുമാറേണ്ട നിലക്കൊരാൾ പെരുമാറിയാൽ, ജീവിക്കേണ്ട നിലക്കൊരാൾ ജീവിച്ചാൽ അതിലൂടെ കിട്ടുന്ന പുണ്യമെത്രയാണ്. ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടർ, യഗുള്ളൂന അസ്വാതഹും, അവരുടെ ശബ്ദത്തെ പരമാവധി നിയന്ത്രിച്ച് കീപ്പ് ചെയ്യുന്നവരാണ്. എവിടെ? ഇൻദ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ സദസ്സിൽ, റസൂലുള്ളാഹിന്റെ അടുക്കൽ വെച്ചിട്ട് ശബ്ദത്തെ വളരെ കീപ്പ് ചെയ്യുന്ന മനുഷ്യര്, അവരുടെ പ്രവർത്തനങ്ങളെ കീപ്പ് ചെയ്യുന്ന മനുഷ്യര്, അള്ളാഹു അവരുടെ പുണ്യം പറഞ്ഞത് ഉലൈകല്ലദീന, അവര് കൂട്ടരാണ് ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരുടെ ഹൃദയത്തെ അല്ലാഹു തആല പരിശോധിച്ചിട്ട് അല്ലാഹു തആല തീരുമാനിച്ചെടുത്ത ഹൃദയങ്ങളാണ് ലിത്തഖ്വാ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും നടത്തേണ്ട സൂക്ഷ്മതയ്ക്ക് വേണ്ടി, തഖ്വക്ക് വേണ്ടി അല്ലാഹു തആല സെലക്ട് ചെയ്തെടുത്ത ഹൃദയങ്ങളാണ്. ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അലീം. എന്താണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശം? സുബ്ഹാനല്ലാഹ്. നേരത്തെ കേട്ടോ നിങ്ങൾ, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ആയത്ത്, റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിൽ വെച്ച് നിങ്ങൾ ശബ്ദമുയർത്തരുത് എന്ന ആയത്തങ്ങ് ഇറങ്ങിയ സമയത്ത് മദീനയിലെ സ്വഹാബത്ത് മുഴുവനും പേടിച്ചു പോയൊരു സംഭവമാണത്. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വിഷയം എന്താണ്? ചില ആളുകൾക്ക് ഉണ്ടാകും, സുബ്ഹാനല്ലാഹ്, ഞാൻ ഉസ്താദിനോട് സയ്യിദിനോടൊക്കെ സംസാരിക്കണത് അത് അതിര് കഴിഞ്ഞു പോകുമോ എന്ന് പേടിക്കുന്ന പലരും ഉണ്ടാകും, അല്ലേ? അതെന്താ കാരണം? ജന്മനാ അയാളെ ശബ്ദം കുറച്ച് ഉയർന്ന ശബ്ദമായിരിക്കും. ചില ആളുകൾക്ക് ഉണ്ടാകും കുറച്ചിങ്ങനെ വോള്യം കൂടിയിട്ടുള്ള ശബ്ദം, വലിയ ശബ്ദമായിരിക്കും. എല്ലാം പറഞ്ഞാലും കുറേ വലിയ ഉച്ചത്തിൽ കേൾക്കും. അതിപ്പോൾ അയാളെ കുറ്റം പറഞ്ഞത് കൊണ്ട് കാര്യമല്ല, അത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അല്ലാഹു തആല ജന്മനാ കൊടുത്ത വിഷയം. സുബ്ഹാനല്ലാഹ്. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ നിലക്ക് വലിയ ശബ്ദമുള്ള സ്വഹാബിയാണ്. ഈ ആയത്തിറങ്ങിയ സമയം സുബ്ഹാന ജല്ല ജലാലു, മദീനത്തിൽ മുത്തുനബിയുടെ സദസ്സിൽ സാബിത്ത് തങ്ങളെ കാണുന്നില്ല. 2-3 ദിവസങ്ങളിലായി സാബിത്ത് തങ്ങളെ കാണുന്നില്ല. അവിടുത്തെ അയൽവാസിയായ സ്വഹാബിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങളെ അയൽക്കാരനെ നമ്മളെ സദസ്സിൽ കണ്ടിട്ട് ദിവസങ്ങളായി, എന്താ പ്രശ്നം? എന്തെങ്കിലും രോഗമുണ്ടോ? എന്താണ് പ്രശ്നം? സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല, അന്വേഷിച്ചിട്ട് പറയാം. അദ്ദേഹം കടന്നു ചെല്ലുന്നു. സാബിത്ത് തങ്ങളെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ചെറിയ മോളോട് കാര്യം ചോദിച്ചപ്പോ ആ കുഞ്ഞിമോള് പറഞ്ഞു കൊടുത്തത് പണ്ഡിതന്മാരെ എഴുതി വെച്ചത് കാണാം.
ഒരു ദിവസം ബാപ്പ പെട്ടെന്ന് ഞങ്ങളെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഉപ്പ നടത്തിയത് വാതിൽ അങ്ങോട്ട് അടച്ച് വാതിലിന്റെ കുറ്റിയെല്ലാം ഇട്ടതിനു ശേഷം എന്നോട് ഉപ്പ പറഞ്ഞു, അള്ളാന്റെ റസൂലിന് ഇങ്ങനെ ഒരു ആയത്തിറക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ ശബ്ദം നേരത്തെ ഉയർന്ന ശബ്ദമാണല്ലോ, ഞാൻ റസൂലുള്ളാന്റെ സദസ്സിൽ നിന്ന് സംസാരിച്ചാൽ അതെന്റെ സകല പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകാനത് കാരണമാകുമോ, എന്റെ സർവനാശത്തിനത് കാരണമാകുമോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല, എനിക്ക് വല്ലാത്ത പേടിയുള്ള വിഷയമാണ് എന്ന് പറഞ്ഞ് ബാപ്പ ഇന്നാലിന്ന റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞുമോള് പറഞ്ഞു കൊടുത്തപ്പോ ഈ സ്വഹാബി കയറി ചെന്ന സമയം, വാതിലിന് മുട്ടി വിളിച്ച സമയത്ത് സുബ്ഹാന ജല്ല ജലാലുഹു മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു തന്റെ റൂമിൽ ഇങ്ങനെ തലയും താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തോ കുറ്റബോധത്തോടെ. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹം ഇടപെട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളെ പ്രശ്നം? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അന മിൻ അഹ്ലിന്നാർ, ഞാൻ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ആളായി പോയല്ലോ, അന മിൻ അഹ്ലിന്നാർ, ഞാൻ നരകത്തിൽ വിട്ടുപോകുന്ന ആളാണല്ലോ. അദ്ദേഹം ആശ്വസിപ്പിച്ചു ചോദിച്ചു, എന്താ നിങ്ങളെ പ്രശ്നം പറ. സുബ്ഹാനല്ലാഹ്, കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഈ സ്വഹാബി നേരെ മദീനയിൽ മുത്തുനബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ സന്നിധാനത്തിൽ നിന്ന് വിളിക്കുമ്പോ, അങ്ങയോട് സംസാരിക്കുമ്പോ സാബിത്ത് തങ്ങളെ ശബ്ദം ഉയർന്നു പോകുന്നുണ്ട്. അതിൽ പേടിച്ചിട്ട് മഹാനവറുകൾ ഇങ്ങോട്ട് വരാത്തതാണ്. അള്ളാന്റെ റസൂല് ദൂതനെ വിട്ടു, സാബിത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയാ. ഒരു പ്രശ്നവുമില്ല. ആയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു, പിടിവാശി മൂലം സംസാരിച്ചു പോകരുത്, വഴിവിട്ട നിലക്ക് റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചു പോകരുത് എന്നാണ് ആ പറഞ്ഞത്. സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങൾ റസൂലുള്ളാഹിന്റെ സദസ്സിലെത്തിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിക്കുന്നു, സാബിത്ത് തങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു നേരത്തെ ശബ്ദം വെച്ച് തന്നത് അങ്ങനെയാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആ നിലക്ക് വിളിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിങ്ങനെ തണുക്കുകയാണ്. തണുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അമാതർലായ സാബിത്തു, ഓ സാബിത്ത് തങ്ങളെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാം. ഇത്രത്തോളം വലിയ അദബ് എന്നോടുണ്ടായതിന്റെ പേരിലല്ലേ, ഇത്രയും വലിയ ഒരു മാന്യത എന്നോട് നിങ്ങൾ കീപ്പ് ചെയ്തതിന്റെ പേരിലല്ലേ, എന്നോടുള്ള പെരുമാറ്റത്തിലുള്ള പേടി കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാത്തതെങ്കിൽ ആ ഒരു മഹബത്തും താല്പര്യവും നിങ്ങൾ എന്നോട് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തങ്ങൾക്ക് നമ്മൾ തിരിച്ചു വല്ലതും തരണ്ടേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, അമാതർവായ സാബിത്തു, നിങ്ങൾക്ക് തൃപ്തിയാകൂലേ സാബിത്തേ? എന്താണത്? അന്ത ഈശ, നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കൽ ഹമീദ, എക്കാലത്തും സ്തുതിക്കപ്പെട്ടവരായി ജീവിക്കൽ നിങ്ങൾക്ക് തൃപ്തിയാകൂലേ? സർവകാലത്തുള്ള ജനങ്ങളും നിങ്ങളെ ഈ പ്രവർത്തനത്തെപ്പറ്റി ഇങ്ങനെ ഓർക്കുമ്പോ, നന്ദിയോടെ ഓർക്കുമ്പോ, നിങ്ങളെ മദ്ഹ് പറയുമ്പോ അത് നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് അല്ലേ? അമാതർലായ സാബിത്തു അന്ത ഈശ ഹമീദ, സർവകാലത്തും സ്തുതിക്കപ്പെട്ട ഒരാളായി നിങ്ങൾ ജീവിക്കൽ നിങ്ങൾക്ക് തൃപ്തിയില്ലേ? പോരാ, വതുഖ്തല ഷഹീദാ, അഥവാ റബ്ബിന്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ മടങ്ങി പോകുമ്പോ ഒരു ശുഹദാക്കളിൽ അംഗമായി പോകാൻ നിങ്ങൾക്ക് ഞാൻ ചാൻസ് തന്നാൽ അത് മതിയാകൂലേ? പോരാ, വതദ്ഖുലൽ ജന്ന, അവസാനം നിങ്ങൾക്ക് സമ്മാനമായി സ്വർഗം നമ്മൾ തന്നാൽ പോരെ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഓഫർ ഇങ്ങനെ കേട്ടപ്പോ സാബിത്ത് റളിയല്ലാഹുവിന് പെരുത്ത് സന്തോഷാണ്. കാരണം എന്താ? എന്റെ ശബ്ദം ഒരല്പം പൊങ്ങിപ്പോകുമോ എന്നുള്ള വിഷയത്തിൽ ആ മുത്തുനബിയുടെ സദസ്സിൽ നിന്ന് താമസം മാറ്റിയത്. ആ ഒരു മഹബത്ത് പ്രകടിപ്പിച്ചപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തിരിച്ചു കൊടുത്ത വല്ലാത്തൊരു സമ്മാനം. നോക്ക്, നിങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഈ പറഞ്ഞ ഓഫർ ഇങ്ങനെ തന്നെ പുലർന്നിട്ടുണ്ട്. നമ്മൾ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് ഇന്നും ഈ സദസ്സിൽ വെച്ച് പറഞ്ഞു. അള്ളാഹു അവിടുത്തെ പൊരുത്തം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഏത് കാലത്തും ഒരു സ്തുതിക്കപ്പെട്ടവരായി നിങ്ങളെപ്പറ്റി നല്ലത് പറയുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് വേണ്ടേ? അള്ളാഹിന്റെ റസൂൽ കൊടുത്തോ കണ്ടോ നിങ്ങൾ? രണ്ടാമത്തെ പറഞ്ഞതെന്താ? നിങ്ങളൊരു ഷഹീദായി ലോകത്തുനിന്ന് അള്ളാഹു തആല കൊണ്ടുപോകുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. മുസൈലിമത്തുൽ കദ്ദാബുമായുള്ള ഏറ്റുമുട്ടലിൽ മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ് ഷഹീദായിട്ട്. അള്ളാഹിന്റെ റസൂൽ കൊടുക്കുന്ന ഓഫറാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയ ഒരു സങ്കടം മഹാനവറുകൾ ജീവിതത്തിൽ പ്രകടിപ്പിച്ചു. എന്തേ കാരണം?
അല്ലാഹു തആല പറഞ്ഞൊരൊറ്റ വാക്കാണ്, നിങ്ങൾ പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കരുത്. അതൊക്കെ കീപ്പ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരെ പവിത്രത തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അവരുടെ ഖൽബ് അല്ലാഹു തആല സെലക്ട് ചെയ്തെടുത്തതാണ്. തഖ്വയെ സൂക്ഷിക്കാൻ വേണ്ടി, നന്മകളെ സൂക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല സെലക്ട് ചെയ്തെടുത്ത ഖൽബാണ്, ഹൃദയങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ നിലക്കുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്താ? നമ്മളേത് മേഖലയിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്? നേരത്തെ പറഞ്ഞു, മദീനയിൽ പോയിട്ട് സലാം പറയുന്നവർ സൂക്ഷിക്കണം. അതല്ലാത്ത സ്ഥലങ്ങളിലും റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം പറയുന്നിടത്ത് സൂക്ഷിക്കണം. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളൊന്നും കൂടെ പഠിപ്പിക്കുന്നത് കാണാം. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ തിരക്കിലാണ്, പല നിലക്കുള്ള തിരക്ക് ബാധിക്കുന്നവരാണ്. നിസ്കാരം കഴിഞ്ഞവരെ അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ നമുക്ക് സമയമില്ലാത്തവരാണ്. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത് എന്താ? പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഒരാള് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുക, അവിടുത്തെ അഭിസംബോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു അവിടുത്തെ ഹയാത്ത് കാലം പോലെ തന്നെയാണ് അവിടുത്തെ വഫാത്തിന്റെ ശേഷവുമെങ്കിൽ മഹാന്മാരെ എഴുതി വെക്കുന്നത് കാണാം. അവിടുത്തെ പറയുന്ന ഏത് സദസ്സുണ്ടോ, അവിടുത്തെ മൗലിദോതുന്ന സദസ്സുണ്ടോ, അവിടുത്തെ അധ്യാപനങ്ങൾ ചർച്ച ചെയ്യുന്ന സദസ്സുകളുണ്ടോ, അത് മുഴുവനും റസൂലുള്ളാന്റെ മുമ്പിലിരിക്കുന്നത് പോലെയാണ്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെയാണ്. ആ നിലക്കൊരു വിശ്വാസി അദബ് കാണിച്ചോളണം. എന്നിട്ട് അവര് പറയുന്നത്, മൗലിദോതുന്ന സദസ്സില്, ഹദീസുകൾ പഠിക്കുന്ന അള്ളാന്റെ റസൂലിന്റെ മൊഴിമുത്തുകൾ ചർച്ച ചെയ്യുന്ന ആ ഒരു വേദിയിൽ ഒരു വിശ്വാസി ഉച്ചത്തിൽ സംസാരിച്ചു പോകരുത്, കളിച്ചു പോകരുത്. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ മൗലിദിന്റെ സദസ്സ് നടക്കുമ്പോൾ അതിന്റെ ഓരോ വചനങ്ങളിലേക്കും സശ്രദ്ധം വീക്ഷിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട ഏറ്റവും വലിയ മര്യാദ. കാരണം മുത്തുനബിയുടെ മുമ്പിലിരിക്കുന്നത് പോലെ കാണിക്കണമെന്നാണ്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഞാനിങ്ങനെ ഇരിക്കുന്നത് പോലെയാണ് അവിടുത്തെ മൗലിദോതുന്നത്. ആ ഹദീസ് ഇങ്ങനെ വായിക്കുന്ന സമയം ഉസ്താദ് അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ടാവും, നമ്മളിവിടെ ഉഷാറായിട്ട് വർത്താനം പറയുന്നുണ്ടാവും അല്ലേ. അവസാനം സിഫാഹിൻ ഖത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്വലാത്താണ് ചൊല്ലും നമ്മൾ. അതല്ല വേണ്ടത്. ഹദീസ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ സശ്രദ്ധം വീക്ഷിക്കണം. എൻ്റെ മൊബൈൽ ആ സമയത്ത് ഞാൻ കളിച്ചു പോകരുത്. ഞാൻ ആ സമയത്ത് വാട്സപ്പും ഫേസ്ബുക്കും നോക്കേണ്ടവനല്ല. അള്ളാന്റെ റസൂലിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്നൊരു ബോധമുണ്ടാകണം. മഹാനായ സയ്യിദുനാ മാലിക് ബിനു അനസ് റളിയല്ലാഹു അൻഹു, മദ്ഹബിന്റെ ഇമാമുകളിൽ രണ്ടാമത്തെ മഹാനല്ലേ മഹാനായ മാലിക് ബിനു അനസ് റളിയല്ലാഹു അൻഹു, നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ ഇമാം മാലിക് തങ്ങൾ എന്താ ചെയ്തത്? അവിടുത്തെ ഹദീസ് പഠിപ്പിച്ച ആ ഒരു സദസ്സിൽ വെച്ച് ഒരു കുട്ടി ഒരു ദിവസം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിട്ട് മറ്റൊരു കുട്ടിയോട് ചിരിച്ചിട്ട് വർത്തമാനം പറഞ്ഞു. ചിരിച്ചിട്ട് വർത്തമാനം പറഞ്ഞപ്പോ മാലിക് തങ്ങൾക്ക് അത് സഹിച്ചില്ല. ആ കുട്ടിയെ വിളിച്ചിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഗൗരവത്തോടെ കൂടെ ശകാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, അപ്പുറത്ത് കിടക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സദസ്സിൽ കളിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ അദബാണ്. അള്ളാന്റെ റസൂലിന്റെ സദസ്സ്, അവിടുത്തെ മൗലിദോതുന്ന സദസ്സ്, അവിടുത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സദസ്സ്, ആ സദസ്സിൽ എനിക്ക് കളിക്കാനുള്ള സദസ്സല്ല, എനിക്ക് സംസാരിക്കാനുള്ള സദസ്സുകളല്ല, മറ്റെന്തെങ്കിലും വിഷയങ്ങൾ പറയാനോ പ്രവർത്തിക്കാനോ ഉള്ള സദസ്സുകളല്ല. പൂർണ്ണമായി ഹബീബായ തങ്ങളെ മുമ്പിൽ ഇരിക്കുന്നത് പോലുള്ള അദബ് കീപ്പ് ചെയ്യണം. അല്ലാഹു തആല നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. എന്താ കാരണം? മഹാന്മാര് പറയുന്നത് കാണാം. ഹമ്മാദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന സംഭവം കാണാം. മഹാനവറുകൾ ഇങ്ങനെ കൂട്ടുകാർക്ക് മുമ്പിൽ, തന്റെ ശിഷ്യന്മാർക്ക് മുമ്പിൽ ഹദീസിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ, ഹദീസിന്റെ കാര്യങ്ങൾ റസൂലുള്ളാഹിന്റെ മൊഴിമുത്തുകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നു, ഫളഹിക, ഒരു കുട്ടി അതാ പെട്ടെന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. ഒരു കുട്ടി എന്തോ വിഷയത്തിന് ചിരിച്ചു. ചിരിച്ച സമയത്ത് ഉസ്താദ് ഇടപെടുകയാണ്. ഇടപെട്ടിട്ട് അവിടെ നിന്ന് പറയുന്നു, ഇന്നി അറാ റഫ്അ സൗതി, ഈ ശബ്ദമുയർത്തുക എന്നുള്ളതും ചിരിക്കുക എന്നുള്ള ഈ തമാശയൊക്കെ ഞാൻ കാണുന്നത് ഇൻദ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ ഹദീസ് വായിക്കുന്ന ഒരു സദസ്സില് ഈ ചിരിയും തമാശയും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് ഏതുപോലെയാണ്? ഹൈസു, ഏത് നിലക്കാണ്? മഹാനവറുകൾ പറയുന്നു, ഹൈസു കറഫ്ഇ സൗതി ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
റസൂലുള്ളാന്റെ അടുക്കൽ വെച്ചിട്ട് ഒരാൾ കളിക്കുന്നതിന് സമാനമാണത്. അല്ലാഹു തആല നമ്മുടെ മനസ്സിലും ജീവിതത്തിലൊക്കെ ഈ നിലക്കുള്ള നല്ല നല്ല അദബുകളും മര്യാദകളും ഇട്ടുതരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യങ്ങൾ മര്യാദക്ക് നിറവേറ്റിയിട്ട് സംസാരിക്കാനും റസൂലുള്ളാഹി തങ്ങളുമായിട്ട് നല്ല നിലയ്ക്ക് ഇടപെടാനുള്ള സന്തോഷം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ ആയത്തും കൂടെ ഈ വിഷയത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. തൊട്ടപ്പുറത്ത് ആയത്തിൽ അല്ലാഹു തആല പറയാൻ ഇന്നല്ലദീന, എന്താ ചില ആളുകൾക്ക് വേറൊരു ശൈലിയുണ്ട്. അത് അല്ലാഹു തആല പറയാൻ ഇന്നല്ലദീന യുനാദൂനക, ഓ ഹബീബായ നബിയെ അങ്ങയെ വിളിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതെന്താ അവർ വിളിക്കുന്നത്? മിൻ വറാഇൽ ഹുജുറാത്ത്, അങ്ങ് താമസിക്കുന്ന റൂമിന്റെ തൊട്ടപ്പുറത്ത്, അങ്ങയുടെ വീടുകൾ ആ വീടിന്റെ റൂമുകളെ തൊട്ടപ്പുറത്ത് ഭാഗത്ത് വന്നിട്ട് അങ്ങെങ്ങനെ വിളിക്കുന്ന ആളുകൾ അക്തറുഹും ലാ യഖിലൂൻ, അധിക ആളുകളും ചിന്തിക്കാത്തത് കൊണ്ട് വിളിക്കുകയാണ് എന്ന്. ഇതെന്താ സംഭവം? അയറാബികളിൽ നിന്നൊരു വിഭാഗം മദീനയിൽ വന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ. അറാബികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് മുത്തുനബിയെ കാണുള്ളൂ. ബദുക്കൾ എന്നൊക്കെ പറയും. സാധാരണ മറ്റേതെങ്കിലും ഏർപ്പാടുകളൊക്കെ ആയിട്ട് മലഞ്ചെരുവിലൊക്കെ താമസിക്കുന്ന അത്രയൊന്നും സംസ്കാരമില്ലാത്ത ഒരു വിഭാഗം. അവർ വന്നിട്ട് ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളെ കാണുകയാണ്. ആ കാണാൻ വന്ന സമയം പണ്ഡിതന്മാർ എഴുതി വെക്കുന്നത് കാണാം. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ളുഹാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ളുഹർ നിസ്കാരത്തിന് മുമ്പായി ഉറങ്ങുന്ന ചെറിയൊരു ഉറക്കാണ് ഖൈലൂലത്തിന്റെ ഉറക്ക് എന്ന് പറയും. ആ ഉറക്ക്, ആ ഒരു ചെറിയ വിശ്രമം റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഭാഗം ആളുകൾ മദീനത്ത് വരുന്നത്. അവർ ചോദിച്ചു, മദീനത്തുള്ള പള്ളിന്റെ പരിസരത്തുള്ള ആളുകളോട് ചോദിച്ചു, എവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? കാണിച്ചു കൊടുത്തു, ഇതാ വീട്ടിലാണുള്ളത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഏതൊരാളും ചെയ്യേണ്ട മര്യാദ എന്താണ്? ഒരു ഉസ്താദിനെ കാണാൻ നമ്മളൊക്കെ ഒരു ഉസ്താദ് താമസിക്കുന്ന റൂമിലോ വീട്ടിലോ ചെന്നാൽ, ഒരു സയ്യിദ് ഒരു തങ്ങളുപ്പാപ്പാന്റെ അടുക്കൽ ചെന്നാൽ അന്വേഷിച്ചു തങ്ങളെവിടെയാണ്? തങ്ങൾ വീട്ടിലാണെന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ വാതിൽക്ക് ചെന്നിട്ട് തങ്ങളെ എന്നൊരു വിളിക്കുന്നൊരു വിളി, അല്ലെങ്കിൽ മോര്യാരെ എന്ന് വിളിക്കുന്നൊരു വിളി ഒരു വിശ്വാസിക്ക് പറ്റൂല. ആ ഒരു നിലക്കുള്ളൊരു വിളിയാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ വിമർശിച്ചത്. കണ്ടോ നിങ്ങൾ? ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്ന റൂമുകൾക്ക് അപ്പുറത്ത് വന്നിട്ട് നേരത്തെ പറഞ്ഞ അറാബി സംഘം ഇങ്ങനെ വിളിക്കാൻ, റസൂലുള്ളാഹി വിശ്രമിക്കുന്ന സമയത്ത് യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ശല്യം ചെയ്യുക. റസൂലുള്ളാഹി തങ്ങൾ ആ സമയത്ത് വിശ്രമിക്കാൻ. പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വന്നിട്ട് മുത്തുനബി ഇതുവരെ നിരാശരാക്കി മടക്കിയിട്ടില്ല. ഹബീബായ തങ്ങൾ ഇപ്പം എന്നെ കാണാൻ കഴിയൂല, പിന്നീട് വരും എന്ന് പറഞ്ഞിട്ട് ഒരാളെയും മടക്കി വിട്ടിട്ടില്ല. ആർക്കും റസൂലുള്ളാഹി തങ്ങൾ മുഖം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന സംഘം ചെയ്യേണ്ട വിഷയം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടപ്പുറത്ത് ആയത്തിൽ പറയുന്നു, വലൗ അന്നഹും സബറു, അവരൊന്ന് ക്ഷമിക്കുകയായിരുന്നെങ്കിലും, ഒരല്പസമയം വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. ഹത്താ തഖ്റുജ ഇലൈഹിം, നബിയെ അങ്ങ് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് വരെ ഒരു അല്പസമയം അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതല്ലേ അവർക്ക് ഏറ്റവും നല്ലത്, അതല്ലേ അവരുടെ പെരുമാറ്റത്തിൽ ഏറ്റവും നല്ലത്. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല തൊട്ടപ്പുറത്ത് പറയുന്നു, അഥവാ വല്ലതൊക്കെ വന്നു പോയാൽ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ആ നിലക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെയിറ്റ് ചെയ്യുകയാ വേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ പഠിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഉസ്താദിനെ മറ്റൊക്കെ കാണാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ അക്ഷമരായിട്ട് അവിടെ പ്രവർത്തിക്കാൻ പാടില്ല. വരും എന്നുള്ള ആ ഒരു കാത്തിരിപ്പോടുകൂടെ ഇരിക്കുക. അതാണല്ലോ ഒരു നേതൃത്വത്തോട് നടത്തേണ്ട ഏറ്റവും വലിയ അദബ്. അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഈ ഒരു വിഭാഗം ഈ ഒരു അല്പസമയം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് അവർക്ക് ഉത്തമമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഈ ആയത്തിന്റെ പുണ്യം കൊണ്ട് സാധുക്കളായ നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ അവസാനിപ്പിച്ചു പറഞ്ഞു വന്നത്, ഈ ആയത്തിൽ മൊത്തം 5 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ നമ്മളെ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ ഉമ്മത്ത് കാണിക്കേണ്ട അദബാണ്. ഒരു ഇമാമിനോട് അവരുടെ കീഴിലുള്ള ആളുകൾ കാണിക്കേണ്ട അദബാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ചാടാൻ പാടില്ല. റസൂലുള്ള വരച്ച വരക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതൊക്കെ എന്തിനാ പറഞ്ഞു തരുന്നത്? നേരത്തെ പറഞ്ഞു, നിങ്ങൾ അറിയാതെ നിങ്ങളെ അമല് പൊളിഞ്ഞു പോകാതിരിക്കാനാണ്. പോരാ, അള്ളാഹുവിന്റെ റസൂലിനോട് അവിവേകം കാണിച്ചതിന്റെ പേരിൽ നിങ്ങളെ അഡ്രസ്സ് നഷ്ടപ്പെടാതിരിക്കാനാണ്. അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളെ ഹദീസുകൾ ഓതുമ്പോൾ അല്ലെങ്കിൽ മൗലിദ് ഓതുന്ന സദസ്സ്, അതല്ലെങ്കിൽ മുത്തുനബിയുമായി ബന്ധപ്പെട്ട എന്ത് ചർച്ചകൾ നമ്മുടെ നാടുകളിൽ നടക്കുകയാണെങ്കിലും
വിവേകമില്ലാത്ത നമ്മൾ അതിൽ ഇടപെട്ടിട്ട് സംസാരിക്കരുത്, അവിവേകമായി സംസാരിച്ചു പോകരുത്. അത് വല്ലാത്ത മോശമാണ്. മാത്രവുമല്ല അത് നമ്മുടെ രണ്ട് ലോകവും നഷ്ടപ്പെടാൻ കാരണമാകും. ഒരൊറ്റ സംഭവം ബറക്കത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ നിലക്കൊരു മുഅ്മിനായ മനുഷ്യൻ പെരുമാറിയാൽ, പിടിവാശി കാണിച്ച് പെരുമാറിയാൽ, അയാൾ പരിശുദ്ധ ഇസ്ലാമിന്റെ അഡ്രസ് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹി തങ്ങൾ ഒരാളെ വിളിച്ചു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിൽ, പിടിവാശി മൂലം ചെന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് പരിശുദ്ധ ദീനിന്റെ അഡ്രസ്സ് നഷ്ടപ്പെട്ടു പോകും. ആ നിലക്ക് മുത്തുനബിയോട് കാണിക്കേണ്ട ഒരുപാട് മര്യാദകൾ, അവിടെയെല്ലാം ഒരാൾ അവിവേകം കാണിച്ചാൽ പലതിനും ഭവിഷ്യത്തുകൾക്കത് കാരണമാകും. ഞാൻ നിർത്തി. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അള്ളാന്റെ റസൂൽ എത്ര കൃപമൂലമാണ് ആ സംഭവം അലിയാർ തങ്ങളോട് പറഞ്ഞു കൊടുത്തത്. നോക്ക് നിങ്ങൾ, അലിയാർ തങ്ങൾ പറഞ്ഞു തരുന്നു, ഞാനും മുത്തുനബിയും കൂടെ ഒരു ദിവസം മദീനത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ മൂലയിൽ, പള്ളിയുടെ മൂലയിൽ അതാ ഒരാളിങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. ഒരാളിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത്, ഒരു നട്ടുച്ച സമയാൻ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, അലിയേ ആ മനുഷ്യനൊന്ന് വിളിച്ചുണർത്തൂ. അയാൾ കുറേ സമയമായില്ലേ ഉറങ്ങാൻ തുടങ്ങിയിട്ട്, ഒന്ന് വിളിച്ചുണർത്തു. അയാൾ എന്തെങ്കിലും നല്ല അമലുകൾ ചെയ്തോട്ടെ, ആഖിറത്തിൽ ഉപകരിക്കുന്ന വല്ലതും ചെയ്തോട്ടെ, അതല്ലെങ്കിൽ അയാൾ ജോലിക്ക് പോയിക്കോട്ടെ, എന്തെങ്കിലും പ്രവർത്തനം നടത്തിക്കോട്ടെ, വിശ്രമമൊക്കെ അത്ര മതി എന്ന് പറഞ്ഞ് അയാളോട് എഴുന്നേൽക്കാൻ പറ അലിയേ എന്ന് പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ അലിയാർ തങ്ങൾ നേരെ ചെന്നിട്ട് ആ കിടക്കുന്ന മനുഷ്യനെ വിളിച്ചുണർത്തുകയാണ്. അയാളെ വിളിച്ചുണർത്തിയിട്ട് നേരെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അലിയാർ തങ്ങൾ തിരിച്ചു വന്ന സമയം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സംശയം ചോദിക്കുകയാണ്. ഒരു ചെറിയ സംശയം ചോദിക്കുന്നു, നബിയേ, ഈ വിളിച്ചുണർത്താൻ എന്നോട് നിങ്ങൾ കൽപ്പിച്ചല്ലോ, അൻത സബ്ബാഖുൽ ഖൈർ, ഖൈറായ പ്രവർത്തനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആവേശത്തോടെ ഞങ്ങളെക്കാൾ പോകുന്നവർ എപ്പോഴും നിങ്ങളല്ലേ നബിയേ. ഈ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ, അയാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് അയാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ അയാളെ വിളിച്ചുണർത്തൽ തന്നെ ഒരു ഖൈറല്ലേ? അതിനയാൾക്ക് കാരണമാകുമെങ്കിൽ വിളിച്ചുണർത്തൽ തന്നെ ഒരു ഖൈറാണല്ലോ. ആ നിലക്കൊരു ഖൈറായ പ്രവർത്തനത്തിൽ എപ്പോഴും ഞങ്ങളെക്കാൾ മുമ്പിൽ നടക്കാറ് നിങ്ങളാണ്. പക്ഷേ ഇന്ന് ഇയാൾ ഉറങ്ങുമ്പോ എന്നെ നിങ്ങൾ വിളിച്ചുണർത്താൻ വിട്ടു നബിയെ, നിങ്ങൾ പോകാതെ, നിങ്ങൾക്ക് ആ ഒരു പുണ്യം കിട്ടാതെ പകരം എന്നെ നിങ്ങൾ പറഞ്ഞയച്ചു. അങ്ങല്ലേ എപ്പോഴും ഖൈറാത്തുകൾക്ക് മുമ്പിൽ നടക്കാറുള്ളത്, എന്തിനാണ് നിങ്ങൾ എന്നെ പറഞ്ഞയച്ചത്? ആ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങളോട് മറുപടി പറയാൻ, അലിയേ സംഗതി അങ്ങനെയൊക്കെയാണ്, ഞാനാണ് എപ്പോഴും ഖൈറാത്തുകൾക്ക് മുമ്പിൽ പോകേണ്ടത്, ഞാനാണ് പോകാറുള്ളതും. എന്നാൽ ഈ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ വിളിക്കാൻ നിങ്ങളെ ഞാൻ ഏർപ്പാട് ചെയ്തതിന്റെ കാരണമെന്താണ്? അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടോ നിങ്ങൾ, എത്ര കൃപയുള്ള നേതാവാൻ. അവിടുത്തെ പൊരുത്തം അല്ലാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അലിയേ സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും ഈ മനുഷ്യനെ വിളിച്ചുണർത്താൻ ഞാൻ പോകാത്തതിന് കാരണം, അഥവാ അയാളെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചുണർത്തുന്ന സമയത്ത് അയാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്തെങ്കിലുമൊക്കെ അവിവേകം പറഞ്ഞാൽ, അല്ലേ? ചില ആളുകൾക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, വിളിച്ചു നിർത്തിയാൽ കൈയൊക്കെയാണ് തട്ടിയിട്ട് ഈ പോയി പണിയൊക്കെന്നൊക്കെ പറയും. ഈ നിലക്കുള്ളൊരു സംസാരം, അഥവാ ഉറക്കിൽ നിന്ന് അയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞാൽ, ആളെ നോക്കാതെ പറഞ്ഞാൽ, പക്ഷെ പറയുന്നത് എന്നോടല്ലേ, ഞാൻ വിളിച്ചിട്ട് അയാൾ വന്നില്ലല്ലോ, മാത്രവുമല്ല അദ്ദേഹം എനിക്ക് എതിരായി പലതും പറഞ്ഞില്ലേ, ആ ഒരൊറ്റ വർത്തമാനം മതിയാകും അലിയെ അയാളെ പരിശുദ്ധ ദീനിലെ അഡ്രസ് നഷ്ടപ്പെടാൻ. അതുകൊണ്ട് ഞാൻ അങ്ങയെ എന്റെ പകരം പറഞ്ഞയച്ചത് ആ മനുഷ്യനോടുള്ള കൃപ മൂലമാണ്. നിങ്ങൾ വിളിച്ചിട്ട് അയാൾ വന്നിട്ടില്ലെങ്കിൽ അയാൾക്കൊന്നും സംഭവിക്കാനില്ല, അയാൾക്ക് മുടങ്ങി എന്നല്ലാതെ മറിച്ച് ഞാൻ വിളിച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അത് കേട്ടിട്ടില്ലെങ്കിൽ അതിൽ വരാവുന്നത് പരിശുദ്ധ ദീനിന്റെ അഡ്രസ് നഷ്ടപ്പെടലാ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ അവസാനിപ്പിച്ചു ഈ ആയത്തുകളെ ബറക്കത്ത് കൊണ്ട്
നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ അദബും ചിട്ടയും മര്യാദയും അല്ലാഹു തആല നൽകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വാക്കിലും പ്രവർത്തനങ്ങളിലും നമ്മളെ എല്ലാ വിഷയങ്ങളിലും മുത്തുനബിയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സൗഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ സാധുക്കളാണ്. ഈ പരിശുദ്ധമായ ആയത്തുകൾ ചർച്ച ചെയ്ത ഈ മഹത്തായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. ഈ പരിശുദ്ധ നാളിൽ സാധുക്കളായി ഞങ്ങൾ ഇവിടെ ഇരുന്നത് നീ സ്വീകരിക്കണം റഹ്മാനെ. ഇത് കാരണം നാളെ ഞങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള ഒരു കാരണമാക്കി നൽകണം റഹ്മാനെ. അർഹമുർ-റഹീമായ റബ്ബേ, ഈ പരിശുദ്ധമായ മാസത്തിൽ സാധുക്കളായ ഞങ്ങൾ നോമ്പ് നോച്ചിട്ട് നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ ഇരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ഈ ഭൗതിക ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ്, പല നിലക്കുള്ള വേദന അനുഭവിക്കുന്നവരാണ്. എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകണം റഹ്മാനെ. ഞങ്ങൾ ഒരുപാട് രോഗികളോട് ദുആ കൊണ്ട് ഏറ്റിട്ടുണ്ട്, പലരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഇരിക്കുന്ന പലരും പല നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. നിന്റെ ഹബീബിനോടുള്ള അദബ് ചർച്ച ചെയ്ത ഈ മഹത്തായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പൂർണ്ണ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഈ പരിശുദ്ധ റമളാനിൽ പൂർണ്ണമായ നിലക്ക് നിന്നെ തൃപ്തിപ്പെടുത്താനും നോമ്പനുഷ്ഠിക്കാനും മറ്റു പ്രവർത്തനങ്ങൾ ഇബാദത്തുകൾ ആവേശത്തോടെ ചെയ്യാനും ഞങ്ങൾക്ക് പൂർണ്ണമായ ആഫിയത്ത് നീ നൽകണം റഹ്മാനെ. ഞങ്ങളെ മരണം വരെ ഞങ്ങളെ സകല അവയവങ്ങളുടെയും ആഫിയത്തിനെ നീ നിലനിർത്തണം റഹ്മാനെ. സകല അവയവങ്ങളിലും നീ തഖ്വ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ ഭാര്യമാർ, സന്താനങ്ങൾ, സ്നേഹജനങ്ങൾ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർ, ഈ പള്ളിയുടെ ഖാദിമീങ്ങൾ, ഈ പള്ളിയെ സഹായിക്കുന്നവർ, അർഹമുർ-റഹീമായ റബ്ബേ, എല്ലാവർക്കും നീ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണേ റഹ്മാനെ. ദോഷങ്ങൾ പൊറുക്കണേ റഹ്മാനെ. മുറാദികളെ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാവരുടെയും വിഷയങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർ പലരും ഖബറിലാണ്, നീ അവരുടെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട സകല ജനങ്ങളെയും ഞങ്ങളെയും നീ നന്നാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ. അവസാനം നിന്റെ സ്വർഗ ലോകത്തിൽ നിന്റെ മഹാന്മാരുടെ ചാരത്ത് ഞങ്ങളെ എല്ലാവരെയും നീ സന്തോഷത്തോടെ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഒരാളെയും നീ നരകത്തിലിട്ട് കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.